കാലം നമ്മളിൽ മോഹം തന്നു, മോഹം നമ്മളിൽ രാഗം തന്നു, രാഗം നമ്മളിൽ ഇണങ്ങളാ പാടാ വന്നു വന്നു വന്നു. കാലം നമ്മളിൽ മോഹം തന്നു, മോഹം നമ്മളിൽ രാഗം തന്നു. രാഗത്തിൽ പാടും ഗാനങ്ങൾ ഈണത്തിൽ പാടി വരുന്നു ഞങ്ങൾ. രാഗത്തിൽ പാടും ഗാനങ്ങൾ ഈണത്തിൽ പാടി വരുന്നു ഞങ്ങൾ. മോഹങ്ങൾ കൊള്ളും കാലങ്ങൾ വെള്ളും താളത്തിൽ പാടി വെൺമേഘങ്ങൾ ചിന്നിച്ചിതറി വരുന്നു വീണ്ടും. തുള്ളിത്തുളുമ്പും വെൺമേഘങ്ങൾ ചിന്നിച്ചിതറി വരുന്നു വീണ്ടും. ഭൂമിക്ക് നൽകും കുളിരെല്ലാം സ്നേഹത്തോടെ കാലം നമ്മളിൽ മോഹം തന്നു, മോഹം നമ്മളിൽ രാഗം തന്നു, രാഗം നമ്മളിൽ ഇണങ്ങളാ പാടാ വന്നു വന്നു വന്നു. കാലം നമ്മളിൽ മോഹം തന്നു, മോഹം നമ്മളിൽ രാഗം തന്നു. മാർക്കോസേ, ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കടാ. പെണ്ണുങ്ങളാ? പെണ്ണുങ്ങളല്ലടാ, പിള്ളേര്. എടാ ഗ്ലാസ് എടുത്ത് ട്രെയിനിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കണം. ദാഹിച്ച് വലഞ്ഞു വേണം പാവങ്ങള്. കേട്ടോടാ, ഗോവിന്ദൻ കുഞ്ഞിന്റെ അച്ഛനെ എനിക്കിട്ട പേരാണ് ഭീമസേനൻ. പോരട്ടെ. കർത്താവെ, കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതാണോ? സോഡ ഒഴിച്ച് 2 പീസ് ഐസ് ഇട്ട കൂളായില്ലടാ മാർക്കോസുമാക്കി. എന്നാലും കോളേജിൽ പഠിക്കുന്ന പിള്ളേര് കുടിക്കാന്ന് പറഞ്ഞ തന്തമാര് കുടിച്ച് ലയിച്ച് കിടന്നപ്പോ ജനിച്ചതാണ് ഇവന്മാര്. കള്ളി പറഞ്ഞത് കള്ളിനോട് ഒട്ടിച്ചേരണമെന്ന പ്രമാണം. ഒട്ടിക്കോട്ടിടാ, നിനക്കെന്തടാ? എനിക്കൊന്നുമില്ല. 1 2 3 4 അത് ഇത്തിരി കൂടുതൽ. അത് കുറക്കാം. ഓക്കെ. മിക്സിംഗ് എങ്ങനെയാണ്? അതാരും നോക്കൂ. അത് ഞാൻ തന്നെ നോക്കാം. ചീഫ് കുക്ക് ഞാൻ. അത് മാറ്റടാ. ലോകാവസാനം വരെ അവളുമാരിങ്ങനെ നടന്നോണ്ടിരിക്കും. ആ CD ഇടുക. കാണട്രാ, ഈ കുലുങ്ങി വരുന്നതിൽ ഒരെണ്ണം നിന്റെ ഗോപികയാണെന്നങ്ങ് വിചാരിക്കുന്നു.
നല്ല സ്ട്രോങ് ആയിട്ട് ലെവലൊക്കെയാണ്. വെള്ളം ഒഴിച്ചില്ല. വെള്ളം ഒഴിക്കണ വെള്ളം ഒഴിക്കണ്ടല്ലേ? ഒന്നിലൊഴിച്ചാൽ നിന്റെ പത്രോസങ്ങളെ പാനപാത്രങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടാറായില്ലേ? വരുന്നേ തുണി പോവാഞ്ഞ നന്നായി. കൊണ്ടുപോച്ചായ വാങ്ങിച്ചു കുടിയടാ. അവന്റെ ഒരു പേടി. എനിക്ക് വേണ്ട, കോള മതി. കൊളവാക്കരുത്. എനിക്ക് ഒഴിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ ഒഴിച്ചത്? പന്തിയിൽ പക്ഷാഭേദം പാടില്ല കുഞ്ഞെ. നിങ്ങൾ 5 പേരുടെ കാരണന്മാര് എന്നോട് പറഞ്ഞത് 5 പേരും ഒരുപോലെ നോക്കണമെന്നാ. പത്രോസേട്ടോ, എന്റെ ഒരു ഉത്തരവാദിത്തല്ലേ, അതങ്ങോട്ട് വലിച്ചു കൂട്ടിയേ. തന്റെ ഒരു ഉത്തരവാദിത്തം കൂൾ ഡ്രിങ്ക്സ് അകത്തില്ലേ? ഉണ്ട്. ദൈവമേ, അച്ഛനായിരിക്കും. അതെങ്കിലും 10 മണിക്കല്ലേ പള്ളിയിലച്ഛനല്ലടോ, എന്റെ അച്ഛൻ. ഞങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുമ്പോ ഇതെടുത്ത് മാറ്റി വെക്കണമെന്ന്. ഇയാൾ ഇത് എടുത്തിട്ട് പറ, ഞങ്ങൾ മോളിൽ ഇരുന്ന് പഠിക്കാന്ന്. അച്ഛാ, ഞാൻ 10 ദിവസമാണ് ലേറ്റ് ആയത്. പഠിക്കാന്ന് പറ. പഠിക്കല്ല, പഠിക്കുക. അത് പിന്നെ പ്രത്യേകം പറയണോ? മക്കള് പഠിത്തമല്ലേ. ആ പഠിത്തം തുറന്ന് പുസ്തകം തുറന്നിട്ട് ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്ത് രസമാണെന്നറിയോ? പുസ്തകം താഴെ വെക്കൂല. ആ, അക്കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രീറ്റാ. മോനെ വിളിക്കണ്ടേ? വേണ്ടേ? അപ്പൊ പിന്നെ അവർ പഠിത്തം കഴിഞ്ഞിട്ട് വിളിക്കാം. ഈശോ വിചാരിക്കും. ശരി. എന്റെ വ്യാകുല മാതാവ്, ഓർക്കാപ്പുറത്ത് ഭാർഗവ മുതലാളിയിട്ട് വന്നു കയറി ഞാൻ എന്നാ ചെയ്യും? സ്ട്രീറ്റ് ആണെന്നല്ലേ താനിപ്പോ ഫോണിൽ പറഞ്ഞത്? അച്ഛൻ വന്നോട്ടെ, തന്നെ ഇപ്പൊ നാഷണൽ ഹൈവേ ആക്കും. അപ്പൊ ഞാൻ നോ എൻട്രി ബോർഡ് വെക്കും. എന്ന് വെച്ചാ ഞാൻ ലീവ് ഭീമ, ഇതെടുത്തങ്ങോട്ട് കഴിക്കുക. തന്റെ സംഭ്രമം ഒന്ന് മാറട്ടെ. എന്റെ വ്യാകുല മാതാവ്, ഞാനിത് കൈ കൊണ്ടുപോടൂല. എന്നാ കൈ കൊണ്ടുപോടണ്ട. ഇതെങ്ങനെ കുടിക്കോടാ? അതിലല്ല സ്ട്രോ. അച്ചാറാ? അത് ഇന്നലെ സത്താറ് കൊണ്ടുപോയി. സത്താറിലുണ്ടൊരു ബാറ്. ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളുടെ അണ്ണാക്കിലേക്ക് കിട്ടും. അജ്മലെ നിന്നെ സമ്മതിക്കണം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇത് അപ്പനെ കയറി അന്തപ്പാന്ന് വിളിക്കുന്ന പരിപാടിയാണല്ലോ അവന്. കോളയ്ക്കകത്ത് കീടനാശിനിയാണെന്ന് പത്രത്തിൽ വായിച്ചില്ലേ? അതാ. അതിനുള്ള മറമരുന്ന് ഇത് തന്നെ. ഇതാർക്കാണ് ഈ കൊണ്ടുപോണത്? ഇതൊരു വർഗസ്നേഹമാണ്. നീ ഞാനൊരു കോഴിയാണെന്ന് നിനക്കറിയില്ലേ? അതെനിക്ക് മനസ്സിലായി. ഒന്ന് നീയും കേറ്റിക്കും. ഒരു കഷ്ണോ? അതിന്റെ പട്ടിയെടുക്കും. 3 കിണ്ണം പീസ് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ മാതാവേ, സാറാമേ, സാറേ, സാറേ, സാറേ. നിങ്ങളെ കാത്തിരുന്ന് ഞാൻ മടുത്തു. കുരിശ് വരച്ച് കിടക്കാൻ തുടങ്ങുമായിരുന്നു. വാ. ആ സാത്താൻ കുഞ്ഞുങ്ങളെ ഒന്ന് കിടത്തി ഉറക്കിയിട്ട് വരാൻ വലിയ പാടാണ് സാറേ. തുറന്നു നോക്കി. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? എന്തൊരു മണം എന്റെ കർത്താവേ. സ്വമേധയാ വരുന്നതിനെ തടയരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? ആ കുഞ്ഞുങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വീഞ്ഞു കുടിച്ചപ്പോ 2 തുള്ളി എനിക്കും തന്നു. ഞാനും കുടിച്ചു. തന്നെത്താനങ്ങ് കുടിച്ചു ദുഷ്ടൻ. നീ കുടിക്കുമ്പോൾ അവളെയും കുടിപ്പിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഓർത്തു. ജലം ഏറ്റുവാങ്ങുന്ന മരുഭൂമിയെ പോലെ ഇതങ്ങ് പിടിക്കില്ല സാറേ. എന്തൊരു കടുപ്പം. കടുപ്പം കുറക്കാൻ ഒരു വഴിയുണ്ട്. ഇതൊരു കാലെടുത്ത് കുടിച്ചു. കർത്താവേ, നിന്റെ കൃപ അപാരം. ഇന്ന് പ്രാർത്ഥനക്കിടെ എനിക്ക് കോഴിയുടെ ദർശനം കിട്ടിയിരുന്നു. അപ്പൊ നീ ഇടയ്ക്കെന്നെ ഓർക്കാറുണ്ടല്ലേ? കർത്താവേ, സ്വസ്ത്രം. ഇത് തോർച്ചയാണ് അടുത്ത് കളഞ്ഞു. അളിയ, എനിക്കൊരു ഐഡിയ. നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? അത് കൊള്ളാം. പക്ഷേ അച്ഛനറിഞ്ഞാലോ? അത് പത്രോസ് മെയിൻറ്റെയിൻ ചെയ്തോളും. അളിയ, നമുക്ക് അഗോധിക സംഘത്തെ കൂടെ കൂട്ടിയാലോ? ഓവർ ഷൈൻ ചെയ്യണ്ട. അവളുമാര് വന്നാലേ നമ്മുടെ അടിച്ചുള്ളി പരിപാടിയൊക്കെ കൊളാവും. അത് ശരി. എടാ, ഊട്ടിയിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുവരാന്ന് അവളമാരോട് നീയല്ലേ പറഞ്ഞത്? എടാ, ഊട്ടി കിട്ടുന്ന ഇവിടെയും കിട്ടും തന്നെ.
അതേറെ ചക്കരെ നീ വാ. ഇത് കൊള്ളാലോ, നല്ല എക്സോട്ടിക് സ്മെല്ലാ. എന്താണോ സുഖമായിട്ടോ? സുഖേട്ടനല്ല, ലൂക്കേട്ടൻ. എന്റെ പെങ്ങളെ നീ ഇൻസൾട്ട് ചെയ്യും. നീ ആരാ നോക്കാടാ ഞങ്ങളുടെ ദേഹത്ത് കൈവച്ചത്? നിങ്ങളെ കാണുന്ന മക്കളാ നിനക്കറിയോ? ഡാർലിംഗ്. ഹലോ, എടാ ഗോവിന്ദേ, പ്രിൻസിപ്പൾ നിങ്ങളെ തിരക്കി. പ്രിൻസിപ്പള് തിരക്കുന്ന അത്ര പുതിയ കാര്യമൊന്നുമല്ലല്ലോ. നീ വിട്ടോ. അല്ല, ഇതെന്തോന്ന് 2 in 1? അവരവിടെ നിൽക്കട്ടെ. എടാ മാധവേ, അവളുമാരെത്തിയില്ല. ആ നരച്ച് നാശമായ കളവന്മാർക്ക് വേറെ യാതൊരു പണിയില്ല. എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ അവന്മാർക്ക് തൃപ്തിയാത്തുള്ളൂ. LKG പഠിക്കുന്ന കൊച്ചുങ്ങളാന്ന് വിചാരം. ഫാൻസ് കാത്തു നിൽക്കാന്നൊരു വിചാരം വേണം. കിളവന്മാർക്ക് ആ വിചാരമുണ്ട്. അത് മാക്സിമം ലേറ്റ് ആക്കുന്നത്. രഥങ്ങൾ എത്തിയില്ലേ? എവിടെ? അവിടെ വരണു. ബ്ലാക്ക് കെയർ പ്രൊട്ടക്ഷൻ. ഇടോ, ഇവന്മാർക്ക് യാതൊരു പണിയില്ലേ? ഇടോ, ഇവന്മാർക്ക് നാണമില്ല ഇവിടെ വരെ പൊക്കി വീണ് നടക്കാൻ. രാവിലെ ഒരു കാർ എടുത്ത് മൂട്ടി ഫിറ്റ് ചെയ്തോണ്ട് ഇങ്ങനെ മനുഷ്യനെ മെനക്കെടുത്താൻ വായി നോക്കിയാള്. അതെ, ഈ അഴമ്പോടോട് മിണ്ടാൻ പോയി നിൽക്കണ്ട. അതെ അതെ, വളരെ സൂക്ഷിക്കണം. ഒക്കെ വായി നോക്കിയടാ. നിങ്ങൾ വരുന്നത് ഒരു ശ്മശാനം പോലെയാ വീട്. അതുപോലെ തന്നെയാ ഞങ്ങളുടെ മതി. മക്കളെ, സിസ്റ്റംസ് ഒക്കെ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്ന ആ വയസ്സൻസിന് രാവിലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം. സ്ഥലം പറഞ്ഞാ പോരെ? എപ്പോ പിക്ക് ചെയ്യുന്ന ചോദിച്ചപ്പോരെ? അല്ലടാ, പിന്നെ അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ലടാ, ആശ കൊള്ളാം. സിസ്റ്റം തന്നെ ഓണാക്കാൻ അറിയാതെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാനോ? ഞങ്ങളില്ലേ? അല്ലേലും നിങ്ങൾക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ അല്ലേ പിടിക്കൂ. അധികം ചിരിക്കേണ്ട, നിങ്ങൾക്ക് പറ്റിയ ഒരാൾ അവിടെ ഉണ്ട്. അങ്ങോട്ട് ചെല്ല്. ഡിയർ ബോയ്, ഐ എം പീസ് പീതാംബർ, ഡയറക്ട് മാർക്കറ്റിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ്. കടന്നു വരൂ. നിങ്ങൾക്ക് നല്ലൊരു സാധനം എന്റെ കയ്യിൽ. അതെ, എന്താണത്? ഇത് IQ ടോപ്പർ ക്യാപ്സൂൾ. ഇതെന്താന്ന് വെച്ചാല് ഇത് കഴിച്ചാൽ ഉടനെ ബുദ്ധി വർദ്ധിപ്പിക്കും. ബുദ്ധി വർദ്ധിക്കോ? ഉറപ്പാണല്ലോ. എടാ, നീ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞു. 100% ഗ്യാരണ്ടി ഉള്ളത്. 100% ഗ്യാരണ്ടി. അപ്പൊ അളിയ ഉറപ്പായിട്ട് നീ ഒരെണ്ണം കഴിച്ചേ പറ്റൂ. ഇന്നാ പിടി. അമേരിക്കൻ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. ഒരു സെക്കൻഡ്, ഒരു കാര്യം ചോദിക്കാൻ വേണ്ട. ഇത്രയും ആൾക്കാരുള്ളപ്പോ ഞങ്ങൾ മാത്രമാണ് ബുദ്ധി കുറഞ്ഞെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? എന്തൊരു അല്ല സുഹൃത്തെ, നിങ്ങൾ ഈ ക്യാപ്സൂൾ കഴിക്കാറുണ്ടോ? നിങ്ങളൊക്കെ വല്ല ഐക്യൂട്ട് ആവശ്യമൊന്നുമില്ല. ഇത് എന്റെ കയ്യിൽ വേറെ ഐറ്റംസ് ഉണ്ട്. ഇത് കൂളിംഗ് ഗ്ലാസ് അല്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണ്, സാധാരണ കൂളിംഗ് ഗ്ലാസ്. ഇതെന്താ വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞ പറ്റിയ ഒരു കഴിച്ചു. എന്ത് കഴിച്ചു? ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റ് മാത്രമേ കാണൂ, ശരീരം കാണത്തേ ഇല്ല. കേട്ടോ, നമ്പറുകളൊക്കെ കൊള്ളാം, സംഭവങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇത് കേട്ട് സമയമില്ല. ചേട്ടാ ഒരു കാര്യം ചെയ്യും, അവിടെ കുറെ പെൺകുട്ടികൾ നിൽപ്പുണ്ട്. കുറച്ച് ഐക്യു കുറവുള്ള കൂട്ടത്തിലാ. ചേട്ടൻ അവരുടെ അടുത്തേക്ക് ചെല്ല്, ഈ കത്തിയൊക്കെ പറ. അവരാകുമ്പോ ചേട്ടൻ എന്ത് പറഞ്ഞാലും താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെല്ല് ചെല്ല് ചെല്ല്. ഒക്കെ ശരിയാക്കാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇവിടെ ഒരു സാധനവും ഇല്ല. ആ പീഡിയക്കാരനാണെങ്കിൽ എന്നും ഭയക്കാം. കുട്ടികളുടെ നിലവിളി കേൾക്കാൻ വയ്യ. നീ ഒന്നും ഉണ്ടാക്കിയത് സൂറ. രാവിലെ തന്നെ ഉണ്ട് ഒരു പണ്ടാള കിടക്കല്. നീ കണ്ടോ, കൈ നിറയെ കാശ് വരാനുള്ള ഒരു ബൈ പഠിച്ചോ നമുക്ക് കാട്ടിത്തരൂ. നിങ്ങൾ അതിനാ ബൈക്ക് നടക്കൂലല്ല, വേറെ പെരുബൈ നോക്കിപ്പോ. എന്നാ നീ കണ്ടോ സൂറ, നമ്മൾ ബൈ ചെല്ലട്ടെ. അപ്പൊ കാണാൻ നമ്മൾ ജോറായിട്ട് നടക്കണേ. നിങ്ങൾക്ക് ഈ ബാഗ് വേണ്ടേ? മറന്ന കൊണ്ട പണ്ടാറടക്കാൻ. മാമാ, ഓ, എന്റെ മരുന്ന് കഴിഞ്ഞു. എന്റെ കതീശു എല്ലാം ഞമ്മക്കറിയാം. മരുന്ന് തീർന്നതെന്ന് ഞമ്മക്ക് ഓർമ്മയുണ്ട്. എങ്ങനെങ്കിലും വരുമ്പോ മരുന്ന് വാങ്ങി വരാം. ശരി മാമ, ഇക്കാന് വിഷമം തോന്നാൻ വേണ്ടി പറയാനല്ല. ഞാനും ഇവിടെ ഇവിടെ ഇങ്ങനെ എത്ര കാലാ കഴിയാ. കാലില്ലാതെ അങ്ങോട്ട് എന്നോ ഇക്കാക്കറിയാലോ. അതും ഞമ്മക്കറിയാം.
നീ നൊലോളത്തെ മോറും കാട്ടി നിന്നാലേ അത് പടച്ചോന് ഇഷ്ടാവില്ല. എടാ അലി, ആ എന്താ അമ്മ? ഈ വരുമ്പോ പൊയില് വാങ്ങിട്ട് വരണം. 3 ദിവസം കൊണ്ട് എന്നോട് പറയണം. ഈ വയസ്സുകാലത്ത് ഈ ഉമ്മമാനെ മറക്കല്ലടാ. മറന്നിട്ടല്ലമ്മ, കായില്ല അനിട്ടാ. ഇന്ന് വരുമ്പോ എങ്ങനെങ്കിലും ഞാൻ കൊണ്ടുവരാം കേട്ടോ. പടച്ചോന്നറിയാം എന്റെ കാര്യം. കടയിൽ പോയി സാധനം മേടിച്ച കായ് നമുക്ക് കൊടുക്കാം. പിന്നെ എന്നെക്കൊണ്ടൊന്നും മയ്യ, കടം വാങ്ങി മടുത്ത്. അതും നന്നായി. എന്താടാ കളിക്കാനില്ലേ? കളിച്ചോളി പാപ്പ വരണം കേട്ടോ. എന്താടാ ഫിറോസേ? എനിക്ക് സ്കൂളിൽ പോവാൻ ബാഗ് വേണം. ഫോറിൻ മതി. അന്തിക്ക് മുമ്പ് ഫോറിനിൽ പോയി വരാൻ വലിയ പാടാ. എന്നാലും നമുക്ക് നോക്കാം. അനക്കോ? എനിക്ക് മട്ടൻ ബിരിയാണി വേണം. ഇന്റെ റബ്ബേ, നമ്മള് കൽബിന്ന് മായച്ചു കളഞ്ഞതൊക്കെ വീണ്ടും പറയല്ലടാ. വേറെന്തെങ്കിലും ആലോചിക്കേ. അനക്കെന്താ വേണ്ടിയത്? എനിക്ക് നീ അസലായിട്ട് വർത്താനം പറയല്ലോ. അപ്പൊ അനക്ക് അത് തന്നെ വേണം. ഇപ്പൊ ഈ ദുനിയാവിലുള്ള സർവ്വ ശൈത്താന്മാരുടെ കയ്യിൽ അതുണ്ടല്ലോ. എന്റെ പൊന്നു കുട്ടികളെ, ഈ പറഞ്ഞതൊക്കെ മറന്നിട്ട് നിങ്ങൾ ഉഷാറായിട്ട് കളിക്കും. കറി എന്താ വേണ്ടേ? ഒരു ബീഫ് കറി എടുത്തു. എന്റെ അലിയാർക്ക, നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുക? എന്താ രാജീവ് അപ്പൊ ആയം പിന്നെയും വിളിച്ചോ? ആര്? ആ ജോർജ് ബുഷേ. അലിയാർക്ക് ഇനി ജോർജ് ബുഷ് നേരിട്ട് തിരക്കിയെന്ന് പറഞ്ഞാലും എനിക്ക് അതിശയമൊന്നും തോന്നില്ല. അയാള് പ്ലെയിനിൽ കയറി പോകുന്നതിന് ദൂരം നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. നമ്മള് നടന്ന് കാര്യമില്ല, ഞമ്മക്ക് ഇരിക്കാൻ നേരമില്ല എന്നൊരു പൈന്തൊല്ലി കേട്ടിട്ടില്ല. അങ്ങനല്ല അലിയാരിക്ക. നായ നടന്ന കാര്യമില്ല, നായ്ക്കിരിക്കാൻ നേരമില്ല എന്നല്ലേ പഴഞ്ചൊല്ല്. അത് നിന്റെ കാര്യം പറയുമ്പോ കറക്റ്റാ. എന്തേ? അലിയാരിക്ക, ആ വാസു മുതലാളിയും കർണാടക മുതലാളിയും 2-3 തവണ ഫോണിൽ വിളിച്ചു. പടത്തോനെ, അങ്ങനെ ഒരു വിളി കേൾക്കാനല്ലേ നമ്മൾ ഈ ജന്മം തന്നെ. കൊച്ചിയുടെ കാര്യം പറഞ്ഞു. ഹലോ, അലിയാരാണ്? ഇപ്പൊ വരാം. ഈ അലിയാരക്കല്ലേ? അതെ, അത് നമ്മളാണ്. ഒന്ന് വന്നേ, ഒരു കാര്യം പറയണേ. ഓ അലിയാർക്ക, ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാ. ഞങ്ങളൊരു നല്ല ബിസിനസിന് വന്നതാണ്. എന്ത് ബിസിനസ്? ഞങ്ങൾക്ക് 2 ആനക്കൊമ്പ് വേണം. പെട്ടെന്ന് വേണം, പണമൊക്കെ റെഡിയാ. ഫോണിലോട്ട് നോക്കിക്കാതെ പെട്ടെന്ന് കാര്യം പറയാലിയായിരിക്കും. അതെ, ഫോറിൻ പാർട്ടിക്ക് വേണ്ടിയാ. അവർക്ക് ഉടനെ പോകണം. നിങ്ങൾക്ക് നല്ല കമ്മീഷൻ തരാൻ നീ. അവരിത് വാങ്ങാൻ വന്നവരല്ല, ഞങ്ങളായിട്ട് കുത്തി ഇറക്കിയതാ. സാധനം റെഡിയാണെന്നാ ഞങ്ങള് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോ ആനക്കൊമ്പിന്റെ കാര്യം അലിയാർക്കൊക്കെ അറിയാമെന്ന് ഞങ്ങൾ. പിന്നെ ആന തന്നെ നമുക്കറിയൂടെ. ഭൂമുഖത്തുള്ള ഏറ്റവും വലിയ ജീവിയാണ് ആന. കുട്ടികളെ പ്രസവിച്ച് മുലയൂട്ടുന്ന സസ്തന ജീവിയാണ് ആന. തമാശ പറയാനുള്ള നേരം അല്ലേക്ക, കാര്യം പറ. മണ്ടിപ്പാഞ്ഞു വന്നൊരു കടലാസ് പൂജ്യം ഉണ്ടാക്കുന്ന മുറിയാൻ കയ്യേറ്റ സംഗതി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധനം കിട്ടും, പക്ഷെ നിങ്ങൾ 2-3 ദിവസം ഇവിടെ നിൽക്കണം. അത്രയും വേണ്ടി വരും. നിന്നാ പടപെടാൻ നമ്മൾ ശരിയാക്കി തരാം. പക്ഷെ അന്ന് തന്നെ കാശ് കൊടുത്ത് ഇടപാട് തീർക്കണം. അത് ഏറ്റു. ഇവിടെ താമസിക്കാൻ പറ്റിയ ഹോട്ടലുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തല്ല. നിങ്ങൾ വരി, വണ്ടി കയറി. അലിയാരിക്കോ, ഈ വഴിയൊക്കെ മറന്നോ? മറന്നെങ്കിൽ ഓർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടെ വരുന്നില്ലേ. ഇവരൊക്കെ വലിയ ബിസിനസ് പാർട്ടീസാണ് കേട്ടോ. ഇവർ ഉള്ളതിലും നല്ല മുന്തിയ മുറിവൊക്കെ ഇവർക്ക് ഐസ് ഇട്ടതിന്റെ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ കൂളിയും കളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കുക. നമ്മൾ പുരയിലൊന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് തേടി പോകാം. എവിടെ പോയാലും ആനക്കൊമ്പിന്റെ പാർട്ടിയെ കണ്ടിട്ട് അലിയര് വരും. അത് മതി. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒപ്പിക്കാമോ നോക്കും. അത് നമ്മൾ ഏറ്റെന്ന്. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരിട്ട് അവിടെ ചെന്ന് സംസാരിച്ച ശേഷം നിങ്ങൾ ഇങ്ങോട്ട് അവിടെ ചെല്ലും. ആനക്കൊമ്പും മുതലാളിനെയും നമ്മൾ നിങ്ങൾക്ക് കാര്യം തരും. വിലയുടെ കാര്യം കൊണ്ടുപോകുന്ന കാര്യമൊക്കെ നിങ്ങൾ നേരിട്ട് ചെയ്തോളണം. അതിൽ അലിയാർക്ക് പങ്കില്ല. അത് മതി അലിയാരിക്ക. പിന്നെ നമ്മളെ കമ്മീഷന്റെ കാര്യം അതൊരു 10-15,000 രൂപ കിട്ടണം. അത് തരാം. എന്നാ അഡ്വാൻസ് 5,000 രൂപ എടുക്കും. കൊടുക്ക്. ഇത് ജാസ്തി ഉണ്ട്. താങ്ക്സ്. അധികം ഒന്നും അലിയാർക്ക് മോഹല്ല.
ഫിറോസേ, ഇതെടാ. വരണ്. ആ വരൂ. ഓരോന്ന് വണ്ടി മൊബൈൽ ഫോൺ കേട്ടോ. കൊടുക്കും. ഇതാ ബൊമ്മ. കുട്ടികളാ ഫോറിൻ ബാഗ്. താങ്ക്സ് പാപ്പാ. ആ പോയിക്കോളി പോയിക്കോളി. എതുക്ക് സൂറ നോക്കിക്കാതെ. പടച്ചോനെ നിങ്ങളിതൊക്കെ എവിടുന്ന് വാങ്ങി? ആരാ എത്ര പേരിട്ട് പൈസ തന്നെ? ചില നേരത്തെ അലിയാര് വിളിച്ചാൽ സൂറ. എന്നാലും കൈ നിറയെ പൈസ തരാൻ പടച്ചോനിന്ന് ആരെയാ കൊണ്ടുവന്ന്? ചായ കുടിക്കാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ നിക്കല്ലേ 4 നരി പോലത്തെ പഹരി നമ്മളിങ്ങാത്ത്. എന്തിന്? ഓർക്ക് വേണ്ടത് ആനന്റെ കൊമ്പ. റബ്ബേ, ആനേന്റെ കൊമ്പ? നിന്നൊക്കെ എവിടെന്ന ആനേന്റെ കൊമ്പ്? അതിനൊക്കെ വയ്യ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബാഗ് പിടി, ഞാൻ കൊല്ലെടുക്കട്ടെ. എന്ത് വെയിറ്റ്. അതെ, ഹൈ റേഞ്ചിൽ ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ബ്യൂട്ടി സ്പോട്ടാണ് ഒരു ഉഗൻ ഹിൽ റിസോർട്ടിന് പറ്റിയ സ്ഥലം. സർക്കാർ വകയാണോ? ആയിരുന്നു. ഇപ്പോൾ പട്ടയക്കാരുടെ കൈവശമാണ്. അവരുടെ നേതാവ് ആള് വേന്ദ്രനാ. വില കൊണ്ടെടുക്കുന്നില്ല. എന്തായാലും ഞാൻ ഇത് തപ്പിയെടുക്കും. എന്നിട്ട് 5 സ്റ്റാർ ഡീലക്സ് സ്റ്റാൻഡേർഡിൽ ഒരു ഹോളിഡേ റിസോർട്ട് ഞാൻ പണിത് ഉയർത്തും. ഒറ്റയ്ക്കുള്ള യുദ്ധമാണോ? ഏയ്, നമ്മൾ 5 പേരും ചേർന്നുള്ള യുദ്ധങ്ങളെ ഈ ജനറൽ ഭാർഗവം പ്രഖ്യാപിക്കാറുള്ളൂ. ശ്രീമതിയുടെ ഭർത്താവ് സാക്ഷാൽ ഇന്ദ്രസേനൻ സിംഗപ്പൂരിൽ മന്ത്രിയെ സോപ്പ് തേച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഉടനെ വരാൻ പറ്റില്ല എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ മഹതി പ്രമാണത്തിൽ ഒപ്പിയാത്തി തരേണ്ടതാകുന്നു. ഭാർഗവേട്ടൻ പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കുക പ്രധാന ജോലിയെന്ന് ഇന്ദ്രേട്ടൻ എപ്പോഴും പറയാറുണ്ട്. അതെങ്ങനെ? ലോകത്തുള്ള സകല ഇടപാടും കയറി ഏറ്റോളും. എന്നിട്ട് 24 മണിക്കൂർ ഓട്ടവും വെപ്രാളവും. ഇനി ചുമ്മാ അല്ലടി, ഓരോന്നുണ്ടാക്കിയിടാനാ. അത് ചെയ്യാന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി. അനുഭവിച്ച് സുഖിക്കാൻ പോകുന്ന നമ്മുടെയൊക്കെ മക്കളല്ലോടി. അവനൊക്കെ ചുമ്മാ അടിച്ച് പൊളിക്കരുത്. പാവം, നമ്മുടെ മക്കളിപ്പോ ഉറക്കം കഴിഞ്ഞ് പഠിക്കുകയായിരിക്കും. അതെ, ഇപ്പൊ അവർക്ക് അതിന്റെ സമയമാ പഠിത്തത്തിന്റെ. എന്തേ? ഇതൊക്കെ ആയാലും ഞാൻ മാധവനെയും കൂട്ടരെയും വിളിച്ചിട്ട് 2 ദിവസമായി. അവരേത് സമയത്തും പഠിത്തം തന്നെയാണെന്നാ പത്രോസ് കഴിഞ്ഞ ദിവസം ഫോണിൽ പറഞ്ഞത്. നമ്മൾ ആരും കൂടെ കൂടെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരുന്നാൽ ഏത് ചെറിയ കാര്യത്തിൽ അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർ സ്വന്തം ലക്ഷ്യങ്ങൾ സ്വയം കണ്ടെത്തണം. നിങ്ങൾ അവനെ ഒന്ന് വിളിക്കേ പ്ലീസ്. നോ, സ്മോൾ തൊട്ടാ പിന്നെ ഞാൻ അവനെ വിളിക്കില്ല. നമ്മളൊരു മോശം മോഡൽ ആവരുത്. അതിനെന്താ, ഞാൻ വിളിക്കാം. ഞാനാണെങ്കിലേ ഈ സ്മാള് തൊട്ടിട്ടേ അവനെ വിളിക്കാറുള്ളൂ. നോക്കടാ നോക്ക്, ഫോൺ അടിക്കുന്നു. ഫോൺ അടിക്കുന്നു. നീ എടുക്കണ്ട, പത്രോസിന് വിളി. പത്രോസേ, എന്തോ ആ ചീട്ട് നോക്കാലേടാ. ഹലോ, ആരാടാ അത്? ഞാൻ പത്രോസാ. പത്രാസാ? നീ വലിയ പത്രാസൊന്നും എടുക്കണ്ട, നീ വെറും പത്രോസാ. ഉവ്വേ. എടാ പിള്ളേരെ വിടാ. പിള്ളേര് പഠിക്കല്ലേ? ജോക്കർ എന്താ? അതെ, ഇവിടെ ജോക്കർ എന്നൊരു സിനിമ കളിക്കുന്നുണ്ട്. നല്ല സിനിമയാ. അവര് കാണാൻ വിളിച്ചിട്ട് അവര് വരുന്നില്ല. എടാ പത്രോസേ, നീ പറയുന്ന സത്യമാണോടാ? എനിക്കൊരു സംശയം. നീ അവരുടെ സൈഡിൽ നിന്ന് നുണ പറയുകയാണോ എന്ന്. അയ്യോ, എന്റെ മനസ്സിൽ പോലും ഞാനത് കരുതിയിട്ടില്ല. ഇത്രയും തങ്കക്കുടം പോലത്തെ കുട്ടികള് ഇക്കാലത്ത് ഇത്രയും ബോധമില്ലാത്ത, അല്ല, ലക്ഷ്യബോധവും അനുസരണയുള്ള കുട്ടികളെ കാണാൻ കിട്ടില്ല. ഇതൊന്നും അവന്മാരെ ഉണ്ടെച്ച് നീ പറയരുത്. ഇതൊക്കെ അവന്മാരുടെ തന്തമാര ഗുണവാ. മനസ്സിലായോ? അത് പിന്നെ നേരത്തെ മനസ്സിലായില്ലേ? നീ പിള്ളേർക്ക് നല്ല ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, വയറ് നിറച്ചു കൊടുക്കുന്നുണ്ട്. മട്ടനും ആടും ചിക്കനും കോഴിയും ക്രാബും ഞണ്ടും കൊഞ്ചും. മതി മതി, നീ കൂടുതൽ കൊഞ്ചണ്ട. കൊഞ്ചുണ്ടോന്നാ? അടിച്ചു കൊഞ്ചാകയാണ്. പിടിച്ച കൊഞ്ചിനെ പൊരിച്ചു കൊടുക്കാണ്. ആരുടെ അവിടെ കൈകൊട്ടുന്നേ? അത് കൈകൊട്ടുന്നതല്ല, ആ മാർക്കോസ് ചപ്പാത്തിക്കുള്ള മാവ് അടിച്ച് കുഴക്കുന്നതാണ്. മതി മതി, നീ പോയി പണികളൊക്കെ ചെയ്യും. കലക്കി കലക്കി. ഇത്ര ഭംഗിയായി നോണ പറയാൻ താൻ എങ്ങനെ പഠിച്ചു? എഴുതി പഠിച്ചു. നിങ്ങളെല്ലാരും കൂടി എഴുതി പഠിപ്പിച്ചതല്ലേ എന്നെ. ഇപ്പൊ നിങ്ങളുടെ അച്ഛന്മാരോട് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എന്തായാലും ഞങ്ങളുടെ അച്ഛന്മാരുടെ മുമ്പിലുള്ള തന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അതൊരു സംഭവം. താനങ്ങനെ പൊങ്ങണ്ട. ഞങ്ങളെ കാശ് വെച്ച് ചീട്ട് കളിക്കാൻ പഠിപ്പിച്ചത് താനാണെന്ന് എന്റെ അച്ഛൻ അറിഞ്ഞാൽ, അതെ, കള്ളു കുടിക്കാൻ പഠിപ്പിച്ചത് താനാണെന്ന് എന്റെ വാപ്പ പഠിക്കേണ്ട പ്രായത്തിൽ എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞേ ഈ ഗസ്റ്റ് ഹൗസിൽ കളേഴ്സിനെ കൊണ്ടുവന്നതേ താനാണെന്ന് എന്റെ അപ്പച്ചൻ അറിഞ്ഞാലോ.
നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, തന്തമാരെ പറഞ്ഞ് ഞാൻ പറ്റിച്ചോളാം എന്ന് താൻ പറഞ്ഞത് എന്റെ അച്ഛൻ അറിഞ്ഞാലോ? എന്റെ വ്യാകുല മാതാവേ, ഞാൻ ഇനി എന്ത് ചെയ്യും? പത്രോസേ, അടുത്ത കൂൾ ഡ്രിങ്ക്സ് റെഡിയാക്ക്. ഇന്ന പത്രോസ് ചേട്ടന്റെ വിഷമം തീർക്കാം. കാശ് കിട്ടിയല്ലോ, അപ്പൊ സാധനം എടുക്ക്. മാർക്കോസേ, ഇന്നലെ കുടിച്ച കുപ്പി ബാലൻസ് ഇല്ലേ? ഉണ്ട്, എടുക്ക്. ആ കുപ്പിയുണ്ട്. കൊക്കോക്കോള ഇരിപ്പില്ലേ? ഉണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാൻ കൊണ്ട് കൊടുത്തേ. അയ്യോ, കുഞ്ഞുങ്ങൾ അറിയൂലേ? അയ്യോ, അടിച്ച് പാമ്പായിരിക്കണവന്മാര്. എന്നാ ഞാൻ ശരിയാക്കി തരാം. ചേട്ടാ, ആ പകയനോടൊപ്പം തുലഞ്ഞു. ദിവസം രണ്ടായല്ലോ. പൈസയും വാങ്ങി മുങ്ങിയതങ്ങനെ ആയിരിക്കോ? അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല അലിയാരി. എങ്കിൽ പിന്നെ അയാളവിടെ കാശ് പോയ ലക്ഷണ. സാധനം നേടി പടപടാന്ന് ഉറപ്പിട്ടോളി. വരി വരി. തന്നെ ഇവിടെ കാത്തിരുന്ന് മടുത്തു. എവിടെയാ സാധനം? ഒത്തിരി അകലെങ്ങനാണോ? ഒന്നും രണ്ടും പറഞ്ഞിക്കാൻ നേരല്ല, നിങ്ങൾ പെട്ടെന്ന് പുറപ്പെടാൻ നോക്ക്. നമ്മൾ കുറെ പാട് വെട്ടിട്ടാണ് സാധനം കണ്ടെത്തിയത്. നമ്മൾ പടപടാന്ന് എന്നാ കൊമ്പ് നമ്മളെ കയ്യില്ല. പക്ഷെങ്കിൽ ഇതിനിടയിൽ ഒരു ചുറ്റിക്കളി. ഈ മുതലാളി ആളല്പം ചൂടനാ. ഇതിന് മുമ്പ് ഇടപാടിൽ നമ്മളൊന്ന് കൊമ്പ് ഓർത്തതാ. ഇതിപ്പം വേറെ ആളെ വിട്ടിട്ടാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മാറി നിന്നിട്ട് കൊമ്പും കൊമ്പിന്റെ ആളും നിങ്ങൾക്ക് കാര്യം. നിങ്ങൾ ചെന്ന് കച്ചവടം ഉറപ്പിച്ച് ആനക്കൊമ്പുകൾ കയ്യോടെ കൊണ്ടുപോകണം. എന്തായി? അത് ഞങ്ങളേറ്റു. കൊമ്പുണ്ടോന്ന് അറിഞ്ഞാ മതി. കൊമ്പുണ്ട്. നല്ല വെണ്ണ പോലത്തെ കൊമ്പ്. പടപെടാന്ന് അറിയിക്കോളി. പിന്നെ നമ്മൾ കമ്മീഷൻ ബാക്കി ഇങ്ങോട്ട് തന്നാൽ. രാജേന്ദ്ര, ഇത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ കൊണ്ടേക്കോ? ശരി മുതലാളി. ആ പോണതാണ് മുതലാളി. നിങ്ങൾ നേരിട്ട് എന്ന് കാര്യം പറഞ്ഞാൽ മതി. റെഡി കേസ് എന്താ മൂപ്പര് വലയിൽ വീഴോ? പിന്നെ വില കുറപ്പിക്കാനുള്ള അംഗം പറ്റാൻ മതി. പടപെടാതെ എന്ന് ബിസിനസ് സർവീസ് സാധനം വാങ്ങി വരി. ഞാനിവിടെ വണ്ടിയിൽ ഇരിക്കും. ചെല്ലി. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. നിങ്ങൾ വില എത്ര വെച്ച് തുറന്നു പറ. ഞങ്ങൾ റെഡി ക്യാഷുമായിട്ടാ വന്നിരിക്കുന്നത്. ഇതെന്തൊരു ശല്യമാണ്? എന്റെ കയ്യിൽ ആനക്കൊമ്പുമില്ല, അതിന്റെ ഒരു ഇടപാടും ഇല്ല. ആനയുള്ളിടത്തല്ലേ ആനക്കൊമ്പ് ഉണ്ടാവുള്ളൂ. പേടിക്കണ്ട, ഞങ്ങൾ വനവകുപ്പിന്റെ ആൾക്കാരൊന്നും അല്ല. ഉള്ള സത്യം തുറന്നങ്ങ് പറയാം. ആനക്കൊമ്പിൽ ശില്പം തീർക്കുന്നത് പഠിക്കാൻ വന്ന സായിപ്പന്മാർക്ക് വേണ്ടിയാ, സ്റ്റുഡൻസാ. അതുകൊണ്ട് മോഹവിലയൊന്നും കിട്ടില്ല. എന്തായാലും നഷ്ടം വരാത്ത രീതിയിൽ നമുക്കങ്ങ് ഉറപ്പിക്കാം. അതെ, ഈ പെട്ടി നിറയെ കാശ. വില ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തരാം. ഇപ്പൊ ഞങ്ങളെ വിശ്വാസമായില്ലേ? തടി വലിക്കാൻ ഇത് ആനയുണ്ടെന്നല്ലാതെ ആനക്കൊമ്പ് ഞാൻ ഈ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. എനിക്കതിന്റെ ബിസിനസ്സും ഇല്ല. ആരാ നിങ്ങളിങ്ങോട്ട് പറഞ്ഞയച്ചത്? ഞങ്ങളെ പറഞ്ഞു വിട്ടതേ അലിയാരാ, ബ്രോക്കർ അലിയാർ. ആണോ? ബെസ്റ്റ്. അയാളെ നേരി കണ്ട നിങ്ങൾ വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാ അയാളെ കൊണ്ടുവരായിരുന്നത്. 2-3 ദിവസമായി ഈ കൊമ്പിന് വേണ്ടി ഞങ്ങളിവിടെ താമസിക്കുക. രൂപ 10,000 അലിയാര് വാങ്ങിച്ചേ. എന്തെങ്കിലും ഇടപാടില്ലെങ്കിൽ പിന്നെ അലിയാര് കാശും വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് അയക്കോ? അതുകൊണ്ട് പേടിച്ചു നിൽക്കാതെ വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കേ. ഇക്കാലത്ത് ഇങ്ങനെ മണ്ടന്മാരുണ്ടോ? തടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആനയുടെ കൊമ്പ് ചൂണ്ടിക്കാണിച്ച് നിങ്ങളോട് പണം വാങ്ങിയത് അയാളും എടുക്ക്. ആനയുടെ കൊമ്പ് ഊരി കൊണ്ടുപോകാമെന്ന് നിങ്ങളെ ഓർത്ത് എനിക്ക് ചിരിയാ വരണത്. വേഗം ചെന്ന് അലിയാരോട് കാശ് വാങ്ങി. അയാളോട് ചോദിച്ചതിന്റെ കാര്യം. ഇന്നത്തോടെ അവന്റെ കച്ചവടം. അലിയാരെ, അലിയാരെവിടെ? വിളിക്കിങ്ങോട്ട്. ആരാ വിളിക്കുന്നത്? ആനക്കൊമ്പ് കയറുന്നത് പറ്റിക്കോളൂ. നിങ്ങൾ എത്ര പറഞ്ഞാലും കേക്കൂല. ആനയുടെ കൊമ്പ് പിടിച്ചുള്ള കളി വേണ്ടാന്ന് നമ്മൾ പറഞ്ഞതല്ലേ. അടി കുറെ കൊണ്ടില്ലേ? അതെ, നമ്മളിത് കേക്കണം. കായില്ലാണ്ട് പൊരയില് വന്ന നീ മോറ് വീർപ്പിച്ച് വർത്താനം പറയും. എന്നാലോ ആരും കുപ്പിയിലിറക്കിനാലും കായ ഉണ്ടാക്കി വന്നാലും ഈ നമ്മളെ ചീത്ത പറയും. നമ്മളൊരു തലവിധി. അല്ലോ എന്താ അലിയാർക്ക് അത്? അലിയാർക്ക് എന്തിനാ ആലെടുത്ത് പോയത്? ഇനി പറഞ്ഞിട്ട് എന്താ ഫലം?
ഒരു പണിയില്ലാതെ രണ്ട് കൊമ്പേറ്റ് ഒരു ആന നിൽക്കുന്നുണ്ടപ്പോ നമ്മക്കൊരു ബുദ്ധി തോന്നി. അത് കണ്ടപ്പോ ഓൽക്കൊരു ബുദ്ധി തോന്നി. അതാണിത്. കാര്യമായിട്ട് വല്ലതും പറ്റിയോ യാരിക്ക? കാര്യമായിട്ട് പറ്റാനല്ലാതെ സൂചിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും തല്ലുവോ? ഇടോ ഇല്ലാതെ താനിതിന് ആവശ്യമില്ലാത്ത ബിസിനസ്സിലേക്ക് പോയത്. ആനയും ആനക്കൊമ്പും പിടിക്കാൻ താനാരാ? വീരപ്പനോ? ഇതിന്റെ വല്ല ആവശ്യവും തനിക്കുണ്ടായിരുന്നുള്ളൂ. വീട് പട്ടിണിയാവുമ്പോ ഇങ്ങനൊക്കെ ചിന്തിക്കാൻ ഒക്കുവോ? കെട്ടിയാലും കുട്ടിയാലും ദണ്ണം കാണുമ്പോ നമ്മൾ എന്ത് പണി ചെയ്തു? ഈ പാവത്തിന് കുറച്ച് പൈസ കൊടുത്തേക്ക്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുട്ടികൾ നിർബന്ധിച്ചപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന കേട്ടോ. തൽക്കാലം ഇതിരിക്കട്ടെ. ഇതാ നിറഞ്ഞ മനസ്സോടെ തരുന്നതാണ്. സന്തോഷായിട്ട് മേടിച്ചോ. ആ കുളിർക്കാല സന്ധ്യകളെ കുങ്കുമം ചാർത്തിയ സന്ധ്യകളെ കുളിർക്കാല സന്ധ്യകളെ കതിരവൻ നൽകിയ സിന്ദൂര ചെപ്പുമായി കടലിൽ മുഖം നോക്കി കുറിയണിയും കതിരവൻ നൽകിയ സിന്ദൂര ചെപ്പുമായി കടലിൽ മുഖം നോക്കി കുറിയണിയും കുളിർക്കാല സന്ധ്യകളെ കുങ്കുമം ചാർത്തിയ സന്ധ്യകളെ കുളിർക്കാല സന്ധ്യകളെ ചെപ്പുമായി കടലിൽ മുഖം നോക്കി കുറിയണിയും കതിരവൻ നൽകിയ സിന്ദൂര ചെപ്പുമായി കടലിൽ മുഖം നോക്കി കുറിയണിയും കുളിർക്കാല സന്ധ്യകളെ. ആ SP-യുടെ മോളെ എത്ര ട്രൈ ചെയ്തിട്ടും അവള് മൈൻഡ് പോലും ചെയ്യണില്ല. നീ അധികം ട്രൈ ചെയ്യണ്ട, ചിലപ്പോ SP നിന്നെ മൈൻഡ്. ഹലോ, നിന്നെ എല്ലാരും അപാര സ്റ്റൈലാണ്. കൊള്ളാമല്ലോ. ഓ ഗോഡ്, ഇതെന്താ ഫാഷൻ പരേഡിൽ പോകാൻ ഇറങ്ങിയതാ? കുട്ടി ഒന്നാലോചിച്ച ഈ ജീവിതം തന്നെ ഒരു ഫാഷൻ ഷോ ഇല്ലേ? എത്ര അരങ്ങുകൾ,
എത്ര വേഷങ്ങൾ. ഓ കലക്കി, എന്ത് നല്ല പെർഫോമൻസ്. രാവിലെ ഗുളികല്ല മാറി കഴിച്ചോ? നിന്റെ അച്ഛന്റെ ഗുളിക മാറി കഴിച്ചോ എന്നൊരു സംശയം. അതെ, കൂടെയുള്ള ഗുളികമാരുടെ മുഖം രാവിലെ കണി കണ്ടതിന്റെ ആയിരിക്കും. മോളെ വാരല്ലേ തടുത്തു കൂട്ടി വാരല്ലേ. അതെ, ഇത്രയും സ്റ്റൈലൊക്കെ ചിത്തിടുന്ന പെൺകുട്ടികൾ പറയുന്ന മാറില്ല. സ്റ്റൈല് മാത്രം കണ്ട് പുറകെ വരുന്ന പെൺകുട്ടികളൊന്നും ഞങ്ങള് മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഓ അതെ, ഇപ്പൊ പുറകിലുള്ള പെൺപിള്ളേര് തന്നെ മതി ഞങ്ങൾക്ക്. അതൊക്കെ ചുമ്മാ, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? കുശുമ്പ് പറഞ്ഞ നടക്കാരൻ നിങ്ങൾക്ക് അടിച്ചു വിളിച്ച് നടന്നുകൂടെ? ഓ, നിങ്ങളുടെ സ്റ്റൈലിനൊത്ത വേഷമൊന്നും ഞങ്ങളുടെ കയ്യിലില്ലേ? അയ്യോ കഷ്ടം. ഓ അല്ല, ഞങ്ങള് നിങ്ങളെ പോലെ ചെത്തിയെടുക്കണമെന്ന് ആഗ്രഹമെങ്കില് ഞങ്ങൾക്കും ഡ്രസ് വാങ്ങിത്താ അല്ലേടി? അതെ, നിങ്ങൾ ഞങ്ങൾക്കും കുറച്ച് ഡ്രസ് വാങ്ങിത്താ, എന്നാ ഞങ്ങളും കോളേജിൽ ചെത്തി നടക്കാം. എന്തേ, എന്താ അത് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ? ബുദ്ധിമുട്ടോ? നീ സഹകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് പാവാടയും ബ്ലൗസും വാങ്ങിത്തരാം. ഒപ്പം ചെത്തിയും. പച്ചക്കറിയൊക്കെ വാടിയതാണല്ലോ. എല്ലാം ഫ്രഷാണ് സാറ്. ഈ ലിസ്റ്റുകളൊക്കെ എടുത്തു നോക്കി. നീ ആ പലചരക്ക് ഇടയിൽ പോയി അതൊക്കെ വാങ്ങി വെക്കും. ഞാൻ വരാം. നടക്കാൻ കൃത്യമായിട്ട് മേടിക്കുക. എന്ത് വില? കിലോ 30 രൂപ. 30 രൂപ തക്കാളിക്ക? തമാശ പറയാ? തമാശയൊന്നുമല്ല, തക്കാളി കിലോയ്ക്ക് 30 രൂപ. ഇന്നലെ ആ ജംഗ്ഷനിലെ ലോറി കൊണ്ടുപോയി വിറ്റത് 2 രൂപയ്ക്കാ. പിന്നെ എങ്ങനെ ഇന്ന് 30 രൂപയും? അതൊന്നും എനിക്കറിയില്ല. ഈ കടയിലെ ഇന്നത്തെ വിലയാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഉള്ളിക്കോ? ഉള്ളിക്ക് 50 രൂപ. നിർത്തണോ? എനിക്ക് ഇവിടുത്തെ സാധനം വേണ്ട. ആ ലിസ്റ്റിംഗ് എടുത്ത്. അല്ല, താനിത് എന്ത് ഭാവിച്ചാ? പകുതി സാധനം പോയി കഴിഞ്ഞപ്പോ സാധനം വേണമെന്നോ? ഇവിടെ താമ്പറന്നായിട്ട് തുള്ളാനിരിക്കുക. താൻ കൊള്ളയടിക്കാതിരിക്കല്ലേ? മര്യാദ ലിസ്റ്റിംഗ് ആണോ? മര്യാദയ്ക്ക് പൊതിഞ്ഞ സാധനം എടുത്ത് കാശ് നിന്നിട്ട് പോ. വെറുതെ വേഷം കെട്ടരുത്. എന്താ പറഞ്ഞത്? വേഷം കെട്ടരുതെന്നാ? നിന്റെ അനാവശ്യം പറയാനുണ്ടല്ലോ. പറഞ്ഞെന്ത് ഇവിടെ? മനുഷ്യരെ കൊന്നു പിടിക്കാൻ വേണ്ടി തോന്നണം. വിടറാ, വിട. താൻ ആരെയും പേടിപ്പിക്കുന്നത്? ഇവൻ നിന്റെ തന്തയാണെങ്കിൽ അവൻ തല വേണ്ട. വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ്ട് പോകാൻ നോക്കും. ഇനി പോരാ. വേണ്ട വേണ്ടെന്നല്ല പറഞ്ഞ്. എന്റെ അമ്മോ! തക്കാളിക്ക് വില കുറവാണ്. നീളമെന്ന് പറഞ്ഞു അമ്മായി മകളാണോ? എന്താ സാറേ, ഇവരൊക്കെ നമ്മുടെ പിള്ളേരാ.
കോൺട്രാക്ടർ ഭാർഗവൻ സാറിന്റെയും മന്ത്രി ഇന്ദ്രസേനൻ സാറിന്റെയും മക്കളാ. ഈ മാർക്കറ്റിൽ റൗഡികൾ അവര് വെറുതെ തല്ലിയതാണ്. ഞാൻ ഒന്നും തൊട്ടേ ഉള്ളൂ. പിടിച്ച് കേട്ടോ എല്ലാത്തിനെ. അയ്യോ എന്നെയല്ല ഈ മൊട്ടനാ. സാറേ ഇവന്മാർ ആവശ്യമില്ലാതെ മാർക്കറ്റിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുക. ചിലക്കേറോ വണ്ടിയിലോട്ട് കയറാം. എന്താ ഒന്നും ഉണ്ടാത്തെ? നിന്റെയൊക്കെ ഞാൻ ഇറങ്ങിപ്പോയോ? ആർക്കായിരുന്നു എത്ര ധൈര്യം? പറയടാ പറയടാ, നിനക്കാരോടാ പറയടാ. അങ്കിൾ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്കിളാണ് സത്യം. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് കളഞ്ഞു കുടിക്കുന്നത് വാശി ഉണ്ടോടാ നിനക്ക്? നോക്കുന്നേ. എടാ, എനിക്ക് നിങ്ങളെയല്ല കാണേണ്ടത്. ആ പരമ തെണ്ടിയാണ്. നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങൾക്ക് കൂട്ടിയെത്തുന്ന ആ കള്ള കഴിവുള്ള മോനല്ലേ അവനെ. മുതലാളി എന്നോട് ക്ഷമിക്കണം മുതലാളി, ഒരബദ്ധം പറ്റിപ്പോയി. എന്ത് ശിക്ഷ എന്നാലും ഏറ്റോളാമേ. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല. തന്തയും തള്ളയില്ലാത്ത എന്നെ ചോറ് തന്ന വളർത്തിയ മുതലാളിയാണ്. ഒരു പ്രാവശ്യം എന്നെ ക്ഷമിക്കണം. അപ്പോ നീ തെറ്റ് സമ്മതിച്ചു അല്ലേ? സമ്മതിച്ചു. ഇനി ഇങ്ങനൊരു തെറ്റ് നീ ചെയ്യില്ല അല്ലേ? ഇല്ല. എന്റെ വ്യാകുല മാതാവാണ്, പള്ളിയാണ്, കർത്താവാണ്, മുതലാളിയാണ്. കഴിവത മോനെ, തെണ്ടിത്തരം കാട്ടിയിട്ട് കള്ളക്കരച്ചിനടുത്ത് കാലെ വീഴാമെന്ന് നോക്കിയാ നിങ്ങളെ സൂക്ഷിച്ചോ. ഒരു കള്ളക്കരച്ചിൽ നടത്തി ഒരു മാപ്പം പറഞ്ഞ് എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വല്ല വിചാരമുണ്ടെങ്കിലേ അതിപ്പോഴേ മാറ്റിക്കോ. നിങ്ങളൊക്കെ ഇത്രയും സൗകര്യത്തെ വളർത്താമെങ്കിലേ അതൊക്കെ പറയുന്ന പോലെ ചെയ്യിക്കാനും ഞങ്ങൾക്കറിയാം. മക്കളാണെന്ന് കരുതി എന്തും ക്ഷമിക്കുന്ന തന്തമാരല്ല ഞങ്ങൾ ആരും. അത് ഓർത്താൽ നന്ന്. ഞങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ തന്തമാര്. ജനിച്ചപ്പോഴേ മന്ത്രിയും കോൺട്രാക്ടറും എക്സ്പോർട്ടറും പ്ലാനറും ഒന്നും അല്ലായിരുന്നു. നീയൊക്കെ തലകുത്തി മറിഞ്ഞ് സൂഹിക്കുന്ന ഇതേ പ്രായത്തിൽ കഴുതയെ പോലെ അധ്വാനിക്കായിരുന്നു ഞങ്ങൾ. അതൊക്കെ നീയൊക്കെ ഓർക്കണം. അതുകൊണ്ട് ഒരവസരം കൂടി തരുന്നു. മേലിൽ നിങ്ങളെക്കുറിച്ചൊരു കംപ്ലൈന്റ് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? എടോ പത്രോസായി, താൻ ഇനിയെങ്കിലും നന്നാവാൻ നോക്കണു. വെറുതെ ഈ പോത്തിനെ പോലെ തല്ലെല്ലാം വാങ്ങിച്ചു കൂട്ടുന്ന എന്തിനാ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇത് കണ്ടില്ലേ? ഞാൻ കാണാത്ത ഇനി എന്താടി ഉള്ളത്? അതല്ലെന്ന്, ഈ കണക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എത്ര ദിവസമായി പറയുന്നു ഇതൊന്ന് നോക്കാൻ. അതിന് തോളെ കൈയിടണോ? കണക്ക് നോക്കിയാ പോരെ? അടിത്തറ കെട്ടിയത് മുതൽ ഭിത്തിയുടെ പണി തീർന്നത് വരെയുള്ള കണക്കായത്. അതും ഇതും മറ്റതും കൂടി കൂട്ടിയാൽ 1,76,000 രൂപ. എന്റെ വ്യാകുല മാതാവേ, പിള്ളേരൊരു ടൂറ് പോയപ്പോ വീടിന്റെ ഇത്രയും പണി തീർന്നു. ഇനി ജനലും വാതിലും എല്ലാം കൂടി നല്ലൊരു തുകയാവും. സ്കോച്ച് വിസ്കാന്ന് പറഞ്ഞ ആനമയക്കും വാറ്റും കൂടി കലക്കിയ ഇന്ന് കുടിപ്പിച്ചത്. ഇന്നത്തെ കളക്ഷൻ ഇത് ഇങ്ങനെ നക്കാപ്പിച്ച കിട്ടിയാലൊന്നും പോരാ. ഒന്നിച്ച് കൊറേ കാശ് വേണം. അതിനൊരു വഴിയുണ്ട്. അവരൊന്ന് ടൂറിന് വിടണം. അവര് പോയി വരുമ്പോഴേക്കും നമ്മുടെ വീട് പണിയും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ്, സെക്കൻഡ് നൈറ്റ്, തേർഡ് നൈറ്റ് എല്ലാം കഴിഞ്ഞിരിക്കും. വീട്ടിക്ക് എന്നിട്ട് വേണം നമുക്കൊരു ടൂർ പോകാൻ. എന്റെ ഈശ്വരൻ, ഇന്നലെ ഭൂമി കുലുങ്ങിയോടി. അവന്മാരുടെ തലയിൽ ഉറച്ചു പോയെന്ന് തോന്നുന്നേ. ഇതേ കണ്ടില്ലേ? വാ ചെന്ന് നോക്കാം. ഹലോ, നിങ്ങളോടാ? അല്ല, ഇത് എന്തു പറ്റി? 5 പേരെ ഒന്നിച്ച് സന്യാസം സ്വീകരിച്ചോ? അതെ, എക്സാം എടുത്തില്ലേ? ഞങ്ങൾ ഒന്ന് പഠിച്ചോട്ട്. ചിരിച്ചും കളിച്ച് ഞങ്ങൾ സമയം വെറുതെ പാഴാക്കി. അത് തെറ്റായിപ്പോയി. നിങ്ങൾ ദയവ് ചെയ്തൊന്ന് പോ. അല്ല, പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇത് എങ്ങനെ മനസ്സിലായി? വെറുതെ വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ സമയം കളയാൻ നീനെ. നിങ്ങൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ടല്ലേ വരുന്നേ. എക്സാം ഫെയിലായാൽ എല്ലാം വേസ്റ്റല്ലോ. ഒന്നുമില്ലെങ്കിൽ പാരന്റ്സിന്റെ ഫീലിങ്സ് ഓർക്കണ്ടേ. ഇന്നലെ എന്താ ഉണ്ടായേ? പ്രിൻസിപ്പൽ പാരന്റ്സിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു. ഗോവിന്ദിന്റെ അച്ഛൻ വന്ന് വലിയ സീനൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വരട്ടെ.
പിതാശ്രീകൾ വന്ന് വിരട്ടി നമ്മുടെ ചുണക്കുട്ടന്മാർ അപ്പോഴേ പടം മടക്കി. അതാ കാര്യം. നല്ല തല്ല് കിട്ടി കാണും, അത് ഉറപ്പാ. എന്തൊരു ശൗര്യമായിരുന്നു, എന്തെല്ലാം പോസ്റ്റുകളായിരുന്നു. ഇത്രയുള്ളൂ വീരവാദത്തിന്റെ ജീവചരിത്രം. എന്നാലും മരത്തണലാണെന്ന് കരുതി തൊട്ടാവാടിന്റെ അടുത്ത് ചെന്ന പോലെയായി. ഡിപ്പെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശിച്ചു. എല്ലാം വെറുതെയായി. കഷ്ടം. ശല്യങ്ങള്. ഇതോടെ നമ്മുടെ പിണക്കമൊക്കെ തീർന്നു. നാളെ മുതൽ ഡെയിലി കളി. Cheers. ഇതും പോയല്ലോ എന്റെ പത്രോസേട്ടാ, നമുക്കിത് നിർത്താം. നിർത്തേ, കളിയാവുമ്പോ അങ്ങനെയാ. ചിലപ്പോ ജയിക്കും, ചിലപ്പോ തോക്കും. അതെങ്ങനെയാണ്? കാശല്ലേ ഇതും കൂടെ അല്ലേ ഉള്ളൂ. അതിനല്ലേ ഈ ATM കാർഡ് പറഞ്ഞാ പോരെ. ചേലക്കാണ്ട് ഇവിടെ ശ്രദ്ധിക്കും. ഒരുത്തരം ഇറങ്ങി പോരുത്. എഴുന്നേക്കോ? വലിയ വീട്ടിലെ പിള്ളേര്
രാത്രി വെള്ളമടി ചീട്ടുകളി ഇതൊക്കെയാണോ എന്റെ പഠിത്തം? നടക്കണം, എന്നോട് പ്രത്യേകം നടക്കാൻ. ഞാൻ കളിച്ചില്ല കാശ. എഴുന്നേക്കണോ? ഇത് മൂടിയ പിന്നെ ആളറിയും. അതുകൊണ്ട് ഞങ്ങൾ രക്ഷകർത്താക്കളുടെ വികാരം എന്താണെന്ന് അങ്ങ് ദയവായി മനസ്സിലാക്കണം. ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ബോധിപ്പിക്കാനില്ല. മിസ്റ്റർ ഭാർഗവൻ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. ഈ നിലയ്ക്ക് അവർ മുന്നോട്ട് പോയാൽ നിങ്ങൾ 5 ഫാദേഴ്സിനും ഈ സമൂഹത്തെ ഫേസ് ചെയ്യാൻ വിഷമുണ്ടായിക്കൂടുന്നില്ല. നിങ്ങളോടുള്ള കൺസിഡറേഷൻ മൂലം ഞാൻ രഹസ്യമായി അന്വേഷിച്ചറിഞ്ഞതാണ്. നിങ്ങൾ വളരെ സേഫാണെന്ന് കരുതിയിരുന്ന ആ വീട് എല്ലാ ദുർമാർഗങ്ങളുടെയും ഒരു കലവറയാണ്. ലിക്കർ, ഗാംബ്ലിംഗ്, കോൺഫിഡൻസ്, ഈവൻ കോൾ ഗേൾസ്. നിങ്ങളുടെ സമ്പത്തും പദവിയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ധൈര്യമായിരിക്കും അവരിങ്ങനെ വഴിതെറ്റിച്ചത്. കൊല്ലുവിടാ, കൊല്ലും. ഒന്ന് വഴിയേറിയിൽ കെട്ടിത്തൂക്കും നിന്നെ തെണ്ടി. വഴിയറിയില്ലോ കാക്ക ഒത്തി കണ്ണൊക്കെ പൊട്ടിക്ക് ആരെങ്കിലും കാണാൻ വന്ന വൃത്തിയായിരിക്കും. എനിക്ക് പറയാനുള്ളത് കേക്ക്. കേട്ടടാ, ഇനി ഒന്നും കേൾക്കട്ട. ഇത്രയും നാൾ കള്ളം പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിച്ചില്ലേ? കണ്ടുകുടിപ്പിച്ചും ചീട്ട് കളിപ്പിച്ചും പെണ്ണു കൂട്ടിക്കൊടുത്തും നീ ഞങ്ങളുടെ കുട്ടികളെ വഴി തെറ്റിച്ചില്ലേ? ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്നെ തല്ലല്ലേ മുതലാളി. 5 ലക്ഷം രൂപയുടെ കണക്ക് എവിടാ തെണ്ടി? നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയാണോ? ഞങ്ങളെ പറ്റിച്ച കാശിന്റെ കണക്ക് എവിടാ? കൈ രണ്ട് പുറകെ കെട്ടിട്ടിട്ട് കണക്ക് വെച്ച് ഞാൻ എവിടുന്ന് കണക്കെടുത്ത് കാണിച്ചു. അഞ്ച് ലക്ഷം രൂപയല്ലേ? ബാക്കി 2 രൂപ 45 ലക്ഷ്മി ലക്ഷ്മി താഴെ വീണ കാല്. ഇവിടെ പെണ്ണുങ്ങൾ വരാറുണ്ടോ? ഉണ്ടോന്ന്? ഉണ്ട്. ഇല്ല. ഇല്ലേ? ഉണ്ട്. ഒറ്റയ്ക്ക് വരാറില്ല, പക്ഷെ ആണുങ്ങളുടെ കൂടെ വരാറുണ്ട്. എവിടെയുള്ള പെണ്ണുങ്ങളാണ്? ഇവിടെ എനിക്കറിയില്ല. കൂടെ പഠിക്കുന്ന കുട്ടികളാണെന്നാ പറയാം. എന്തിനാ വരുന്നേ? കമ്പൈൻ സ്റ്റഡി അല്ലേ? അവരിങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ മുറിയുടെ അകത്ത് ഒരു വാലടിച്ചുള്ളൂ. പിന്നെ 3 മണിക്കൂറത്തേക്ക് ഒരു അനക്കമില്ല. എത്ര തവണ വന്നിട്ടുണ്ട്? ഒരു 5-8 തവണ വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടെ പോയി മുട്ടും, കാരണം അവര് ഒറ്റക്കാന്ന് വിചാരിക്കുന്നില്ല. തന്ന കാശൊക്കെ എങ്ങനെയാണ് ചെലവായത്? അത് കോളേജ് ഫീസ് കൊടുത്തിട്ടുണ്ട്, പലചരക്കട കൊടുത്തിട്ടുണ്ട്, പിന്നെ അനാമത്തെ ചെലവൊക്കെ ഉണ്ടല്ലോ. 5 ലക്ഷത്തിന്റെ ബാക്കി പിന്നെയും കാണണമല്ലോ. പിന്നെ കാണണമല്ലോ. അതല്ലേ ഞാനിപ്പോ 3 രൂപ 45 പൈസ ഇന്ത്യൻ മണിയെ. എത്ര? പിന്നെ ഒരു 5 പൈസ നാളെ തരാന്ന് പറഞ്ഞു. അത് ഞാനിപ്പോ അയ്യോ, മുതലാളിക്ക് അറിയോ? ചിലപ്പോ മാധവൻ കുഞ്ഞു പറയും ഗോവിന്ദ മോന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ എടുക്കാൻ. മറ്റു ചിലപ്പോൾ ലൂക്കമോൻ പറയും അജ്മലിന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ എടുക്കാൻ. എടുത്തില്ലെങ്കിൽ ആ മോനും തല്ലും ഈ മോനും തല്ലും. 2 പേരുടെയും തല്ലുകൊള്ളാതിരിക്കാൻ ഞാൻ 2 അക്കൗണ്ടിൽ നിന്ന് എടുക്കും. നമുക്ക് എന്ത് ജോലിക്ക് ഒരു ആത്മാർത്ഥമാണല്ലോ. ഇനി വേറൊരു കാര്യം, മുതലാളി തല്ലു നിറഞ്ഞ് മുതലാളിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തത് അത്രക്ക് സിൻസിയർ. മതിയായി, എനിക്കെല്ലാം മതിയായി, എനിക്ക് മനസ്സിലായി. എടാ, സാധനങ്ങളിൽ എടുത്തോണം, ഇപ്പൊ ഇവിടെ അറിയിക്കണം, മനസ്സിലായോ? ഇങ്ങോട്ട് ഇറങ്ങടാ, മൂത്രമല്ല, എടുക്ക് ബാഗും കോപ്പുമൊക്കെ ഇറക്ക്. ബാഗ് എടുക്ക്, എടാ, വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നതാണ് ഭൂമിയിൽ ഏറ്റവും വലിയ പാതകം. അച്ഛനായാലും ശരി, മക്കളായാലും ശരി, ആരായാലും ശരി. ഞങ്ങളെ വഞ്ചിച്ച് നിങ്ങളോട് ഇനി യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇതാ, ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. ജീവിക്കുകയോ ആത്മഹത്യ ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്തു. അച്ഛനുണ്ട് അമ്മയുണ്ട് എന്ന് പറഞ്ഞ് മേലെ ഞങ്ങളുടെ വീട്ടിൽ കയറി പോരുത്. മിണ്ടി പോരുത്. എല്ലാവരും വണ്ടി കയറി. എടാ, എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? അച്ഛന്റെ സ്വരവും ഭാവവും കണ്ടാൽ അറിയാം അവർ സീരിയസ് ആണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്കും വാശിയടാ. എന്നാലും ഒരെന്നാലും ഇല്ല. അവർക്ക് നമ്മളെ വേണ്ടേ, നമുക്ക് അവരെ വേണ്ട. എന്നാലും നമ്മൾ എന്ത് ചെയ്യൂടാ? എടാ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ ജീവിതത്തിനൊരു ത്രില്ലുണ്ടാവുന്നു. നമ്മൾ ആരും ഇല്ലാത്തവരാണെന്ന് വിചാരിച്ചാൽ മതി, വഴികളൊക്കെ താനെ തുറന്നോളൂ. നിങ്ങൾ വാ.
എന്താ പട്ടികളെ ഒളിച്ചോടി പോകാന്നാണോ? ചേട്ടാ പ്ലീസ് ചേട്ടാ, ഞങ്ങളൊന്നും ചെയ്യരുത്. ആശാനെ, 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 വർക്കി ആശാനെ, അങ്ങാടിയിൽ അടി നടക്കുന്നു. എന്നിട്ട് എന്തായടാ? പൊരിഞ്ഞ അടി. ആശാൻ വന്ന് നമ്മുടെ ചേട്ടന്മാരെ രക്ഷിക്ക്. നീ പൊയ്ക്കോ. എന്റെ പിള്ളേരുടെ നീ കൈവെക്കുമല്ലോ. കളിക്കാൻ കണ്ട സ്ഥലം ചെല്ലട്ടെ. ഞാൻ ചോദിച്ചത് തന്നെയാ മറ്റു തള്ളമാരും ചോദിക്കുന്നത്. പിള്ളേരെങ്ങോട്ട് പോയി? ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായില്ലേ? ഭാർഗവേട്ടന് എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? പിള്ളേർ ഈ പ്രായത്തിൽ കുരുത്തക്കേട് കാണിച്ചെന്നിരിക്കും. അതിന് വിസ്താരമൊന്നും വേണ്ട. ഇക്കാര്യത്തിൽ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ദേഷ്യം തോന്നുന്ന ന്യായം. എന്നാലും മതി. ഇനി ഇക്കാര്യം മിണ്ടിപ്പോകരുത്. മക്കളില്ലാത്തവരും ജീവിക്കുന്നുണ്ട്. കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കൊന്നും നോക്കണ്ട.
ആ ആമ്പിള്ളേര് താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾ 4-5 പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണല്ലോ ഞങ്ങൾ കിട്ടിയ അറിവ് അല്ലേ? ആ പിള്ളേർ അവരുടെ അച്ഛന്മാരോട് സമ്മതിച്ചതാ. ഭാർഗവൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. പറയാ എന്തിനാ പോയതാ? കോളേജിൽ നിന്ന് ഈ വീട്ടിലേക്ക് അല്ലാതെ മറ്റെങ്ങോട്ടും പോയിട്ടില്ല. അവരെവിടെ താമസിക്കുന്ന പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളും കൂടെ വരാം. നമുക്ക് അവരോട് പോയി നേരിട്ട് ചോദിക്കാം. ഞങ്ങൾ പറയണ കള്ളാണെന്ന് തെളിഞ്ഞ ഞങ്ങൾ ഇത് കൊന്നോ? അവരിങ്ങനെ ഒരു കള്ളം പറഞ്ഞത് നമ്മുടെ കുട്ടികളല്ലയോ? സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞൂടാ. അവന് പറഞ്ഞത് കറക്റ്റാ. ഹായ്, എന്താടാ പരിപാടി? നിങ്ങളെ ഒന്നും കാണാനേ ഇല്ലല്ലോ. അതെ, ഞങ്ങൾ സ്വന്തമായിട്ട് ചില ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക അല്ലടാ? അതെ അതെ അതെ. ഇവിടുത്തെ MD ആളെങ്ങനെ? ഇപ്പം ഗൗരവക്കാരനാ. എന്താ? അല്ല, ഞങ്ങൾക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അകത്തുണ്ട്. ശരിടാ, ശരി. ഹലോ, പറഞ്ഞോ. അല്ല, ഇതാര്? പീയൂഷ് പൂതാൻ പറഞ്ഞോ? പൂതാമ്പറില്ല, പെയ്താമ്പർ. നിങ്ങളെന്താ ഇവിടെ? ഞാനോ? ഐക്യു ടോപ്പർ, കൂളിംഗ് ഗ്ലാസും എല്ലാം ഉപയോഗിച്ചു. അപ്പൊ മാഷേ, ഇതിപ്പോ എന്താ പരിപാടി? ഇതിപ്പോ തലച്ചോർ റിപ്പയറിംഗ് അല്ലേ? ആ, കണ്ടില്ലേ? അല്ല, അപ്പൊ താൻ ഇതൊക്കെ പഠിച്ചിട്ടാണോ മറ്റേ തട്ടിപ്പായിട്ടൊക്കെ നടന്നത്? തട്ടിപ്പല്ല, മൊബൈൽ വാടിയപ്പോ അത് നിർത്തി. പിന്നെ വിൽക്കാണ്ട് ബാക്കി വന്ന മരുന്ന് മുഴുവൻ ഞാൻ അങ്ങോട്ട് കഴിച്ച് തലച്ചോറ് കയറ്റി അങ്ങോട്ട് വികസിച്ച് ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ പാസ്സാണ്. അല്ല, നിങ്ങളെന്താ ഇവിടെ? MD ഒന്ന് കാണാൻ വന്ന. എന്തേ? MD ഒന്ന് കാണാൻ വന്ന പൂതാമ്പര. ബിസിനസ് നടക്കട്ടെ നടക്കട്ടെ. ഇന്നത്തെ കാർഗോ വെച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. വേണ്ട സാർ, ഞങ്ങൾ നിന്നോളാം. സാർ, ഞങ്ങളൊരു ജോലിക്കായിട്ട് വന്ന. ജോലിക്കോ? ഞാൻ ഏടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതല്ല, പുതിയ സ്ഥാപനമായതുകൊണ്ട് ആളെ വേണ്ടി വരുമായിരിക്കല്ലോ. എനിക്ക് ആവശ്യമുള്ള സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞു സാർ. ഞങ്ങൾ ട്രെയിനികളായി ജോയിൻ ചെയ്യും. ഐ എം സോറി, തൽക്കാലം ഞാൻ ഹെൽപ്ലെസ് ആണ്. എനിക്ക് അല്പം തിരക്കുണ്ട്. ഓ, എടാ ഗോവിന്ദ, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ സാർ, ഇവരെന്റെ കോളേജ് മേറ്റ്സാ. അതുകൊണ്ട് വരുന്നവർക്കൊക്കെ ഇവിടെ ജോലി കൊടുക്കണമെന്നുണ്ടോ? ഓക്കേടാ. ആശാനെ, എന്താ വേണ്ട? ഞങ്ങൾ വെറുതെ ഇങ്ങനെ. ഇവിടെ അങ്ങനെ ആരും വെറുതെ വരാറില്ല. ഞങ്ങൾ ഒരാവശ്യത്തിന് കാണാമെന്നതാ. മനസ്സിലായി. കുറച്ച് അടിയും തടവൊക്കെ പഠിച്ച ആരെയും തല്ലി വീഴ്ത്താന്ന് മനസ്സിൽ കാണുന്നുണ്ടല്ലേ? പക്ഷേ ഞാനിവിടെ ആരെയും തല്ലാനും ആക്രമിക്കാനും കൊല്ലാനും യുദ്ധം ചെയ്യാനും പഠിപ്പിക്കുന്നില്ല. അയോധന കലകളിലൂടെ യുവാക്കളെ മാനസികവും ശാരീരികവുമായി പക്വത പഠിപ്പിക്കുക. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് തോന്നിയല്ലോ, അത് കൊള്ളാം. നിങ്ങൾക്ക് തരാൻ പറ്റിയ ജോലി എന്റെ കയ്യിലില്ല. നിൽക്കൂ. ആഹാരമൊക്കെ നന്നായിരുന്നോ? ഇനി വേണമെങ്കിൽ അരക്കി നോക്കാല്ലേ? ആ പിള്ളേരൊന്ന് വിളിക്കട്ടെ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. നിങ്ങൾ അതങ്ങോട്ട് മറന്നുകളാ. നിങ്ങളെപ്പോലെ എനിക്ക് ശപിക്കപ്പെട്ട ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. മാംസപേശികളുടെ കരുത്ത് കൊണ്ട് എന്തും നേടാമെന്ന് അഹങ്കരിച്ചവനാണ് ഞാൻ. ഈ കൈകൾ കൊണ്ട് ഒരുപാട് പാവങ്ങൾ അടിച്ചൊതുക്കിയിട്ടുണ്ട്. പണക്കാർക്ക് വേണ്ടി നടു റോട്ടിലിട്ട് ഞാൻ തല്ലിയ ഒരു നിരപരാധിയായ ചെറുപ്പക്കാരൻ എന്റെ വീടിന്റെ മുറ്റത്ത് ആത്മഹത്യ ചെയ്തു. അതോടുകൂടി മുടിഞ്ഞ എല്ലാ പരിപാടിയും ഞാൻ നിർത്തി. ആ ചെറുപ്പക്കാരന്റെ പെങ്ങളാണ് ഈ നിൽക്കുന്ന എന്റെ ഭാര്യ. അച്ഛന്മാർക്ക് സമ്പത്തും പദവികളും ഉണ്ടെന്ന അഹങ്കാരമാണ് നിങ്ങളെയും വഴിതെറ്റിച്ചത്.
ആശാനെ, സത്യത്തിൽ എന്താ പറയണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി ഞങ്ങൾ എല്ലാത്തിനും പശ്ചാത്തപിക്കുക. അത് നന്നായി. തെറ്റുകൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയല്ലോ. അച്ഛനമ്മമാരുടെ മുന്നിൽ അധ്വാനിച്ച് ജീവിച്ചു കാണിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ആശാന് ഞങ്ങളുടെ അവസ്ഥ അറിയാലോ. എന്ത് കഠിനാധ്വാനം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ ബംഗ്ലാവ് ഇവിടെ ഒഴിഞ്ഞിടപ്പുണ്ട്. അവനങ്ങ് അമേരിക്കയില. അതൊരു പേയിങ് ഗസ്റ്റ് ഹൗസ് ആക്കി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമാവും. എന്തേ ഞങ്ങൾ ചെയ്യാം ആശാനെ. ആശാനെ അവന്മാര് വരുന്നുണ്ട്. ഇതെന്താണിത്? വിളിച്ചോ. അയ്യാ, ഏതെങ്കിലും കൊടുക്കണേ. 10 പൈസ എന്തെങ്കിലും രാവിലെ മനുഷ്യ മെനക്കെടുത്താൽ കിട്ടിയ ഇപ്പൊ കിട്ടിയെന്നെ. സമേ ആ ഭംഗിയ നീലിട്ട ചുരിദാറിട്ട സുന്ദരമാരെ ചേച്ചിമാരെ എന്തെങ്കിലും തരണേ. ചേച്ചി, കൺകാണാൻ പള്ളത്തിൽ ഉമയാണ്. ഒരു 5 രൂപ തന്നെ. 5 രൂപ തന്നെ വേണോ? 4 രൂപ എന്നാലും മതി. അയ്യടാ, വല്ലതും കിട്ടിയ കിട്ടിയെന്നെ. ഇപ്പൊ എടാ തെണ്ടുമ്പോ അന്തസ്സായിട്ട് തെണ്ടോടാ തെണ്ടി. ഞാന്മാര് വരട്ടെ, പിന്നെ മതി. അയ്യാ എന്തെങ്കിലും കൊടുക്കണേ. ഏട്ടാ, ഈ വയറ് നിങ്ങൾ കണ്ട കഞ്ഞി കുടിച്ചിട്ട് 7 ദിവസമായി. ഇവനാണെങ്കിൽ പട്ടി കിടന്ന് പകുതിയായി. വായിന്നാണ് ചൊവ്വ നേരം ഉമിനീര് കൂടി വരുന്നുമില്ല. നല്ല വാളമ്പിളി നിന്നാ മതി, ഉണ്ണീര് താനേ വരും. ഞങ്ങൾ ഈ ഗതിയിലായ താൻ ഒരുത്തം കാരണ. തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. ഒരു കുഞ്ഞ് തല്ലി മടുക്കുമ്പോ മറ്റേ കുഞ്ഞും തല്ലിക്കോ. ശരി, നിങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. നിർത്തോ. നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നോ? നശിപ്പിച്ച് നരകത്തിൽ തള്ളിയിട്ട് ഞങ്ങളോട് ക്ഷമിച്ചെന്ന് നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? പട്ടിണി കിടന്ന് പഞ്ചറായി. ഇക്കണക്കിന് പോയാൽ ജീവിതത്തിന്റെ അവസാനം മരണമായിരിക്കും, അത് ഉറപ്പാ. ഓഹോ, ചീട്ടുകളി, കള്ളുകൂടി, പെണ്ണുകൂട്ടിക്കൊടുപ്പ്, കുറെ വേലകളൊക്കെ അറിയാലോ. ഒന്ന് വിട്ടുപോയി. എന്താണ് കള്ളമാറ്റി? ഇതൊക്കെ നല്ല വശമല്ലേ? ആരെങ്കിലും പഠിപ്പിച്ച് കാശുണ്ടാക്കാൻ നോക്കൂ. കുഞ്ഞുങ്ങളെ, കാള പെറ്റെന്ന് കേൾക്കുമ്പോ കയറെടുക്കരുത്. ഞങ്ങൾ ക്ഷമ. ഏതായാലും ഈ കാളകൾക്ക് ഒരു ചാൻസും കൂടി കൊടുത്തേക്കാം. കൊടുക്കാം. പക്ഷെ എന്തെങ്കിലും തെറ്റ് കണ്ട ആ നിമിഷം പടിക്ക് പുറത്താ. മനസ്സിലായോ? എന്ത് മനസ്സിലായി? പട്ടി പുറത്താണ്. പട്ടിയല്ല, പടിക്ക് പുറത്ത്. എടാ, കുഞ്ഞുങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി? എന്ത് മനസ്സിലായി? പട്ടി പുറത്താണെന്ന്. അതെടുക്ക്. അത് ഞാൻ എടുത്തോളാം. ആ പഴം അവന്റെ കൊടുക്കണ്ട. അവന്റെ പഴം ഒരു വീക്ക്നെസ് ആണ്. തല്ലി തുറക്കാൻ വന്ന വാതിൽ താനേ തുറന്നിരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ ഞാനിപ്പോ ചൊല്ലിയിരിക്കുന്നു. മുതലാളി, വാസു മുതലാളി, നമ്മളാ അലിയാര്. അല്ല, അലിയാരോ? എന്താണോ രാവിലെ ഒരു വരവ്? ഒരു ചെലവിനേക്കാൾ നല്ലതല്ല മുതലാളി ഒരു വരവ്. തന്നെ ഞങ്ങള് ചെലവ് തള്ളിയതാ. ആനക്കൊമ്പ് പറിക്കാൻ പോയ കേസ്. അല്ലാ, പടച്ചോനെ, ഏതാനന്റെ മുഖത്ത് കൊമ്പ് മുളച്ചാലും അലിയാർക്ക് പാട്. എന്തുവാടാ അത് നീട്ടി അടിയുടെ പാടാണോ? അപ്പോഴേ നമുക്ക് മനസ്സ് നിറയെ സന്തോഷം. പിന്നെ നമ്മളിപ്പോ ഇവിടെ വന്നത് നിങ്ങളിവിടുത്തെ പെൺകുട്ടികളെ കാണാൻ. അവർക്ക് ഈ സോപ്പ്, ചീപ്പ്, കണ്ണാടി, വെപ്പുമുടി, ചാന്ത്, കൂന്ത് കണ്ട ചാന്ത് മതി. അതൊക്കെ വാങ്ങണി. അല്ലെ ഇന്ന് ഫ്രീയാ. അല്ലെ പിന്നെ ഈ മാസം ഡേറ്റ് ഇല്ല. എല്ലാരും കോളേജിൽ പോകാനുള്ള ഒരുക്കത്തിലാ. നില്ല്. അല്ല, ചെല്ല്. ഒന്ന് വേഗം റെഡിയാവില്ലേ, കോളേജിൽ പോകാൻ സമയമായി. അലിയാർക്ക് റെഡി. അലിയാരിക്കോ? എന്താ ഞങ്ങളെയൊക്കെ മറന്നോ? എങ്കിൽ പിന്നെ ഇപ്പൊ മയ്യത്തായി എന്ന് ചോദിച്ചാ പോരെ? അല്ല, നിങ്ങള് പരീക്ഷ കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ എന്തിന്റെ പഠിപ്പാ? നിങ്ങൾക്ക് വേറൊരു പരീക്ഷ കൂടെയുണ്ട്. അത് പാസ്സായാലേ ജോലി കിട്ടൂ. പടച്ചോനെ, അതെന്ത് കൂത്താ? അപ്പൊ ഇത്രയും കാലം പഠിച്ചോന്ന് അവന്മാരെ കണ്ണുപെട്ടിട്ടില്ലേ? അതൊന്നും പോരാലിയായിരിക്ക. ഇനി 3 മാസം കൂടി പഠിക്കണം. ഇവിടെ ആവുമ്പോ എന്തിനും ഏതിനും വിളിച്ചോണ്ടിരിക്കും. പരീക്ഷ വരെ രാത്രി സ്വസ്ഥമായിരുന്നു പഠിക്കാൻ ഒരു സ്ഥലം വേണോ അലിയാർക്ക? തന്നെയുമല്ല, ഇനി ഞങ്ങളുടെ കൂടെ ഒരു പുതിയ കുട്ടിയുടെ ഉണ്ട്. പഠിക്കാൻ വളരെ മിടിക്കുക, റസിയ. ഇതാണ് പറഞ്ഞ് പടച്ചോൻ ഓരോന്ന് തോന്നിപ്പിക്കുന്ന ഓരോ കാര്യം നടക്കാൻ വേണ്ടിയാ.
നമ്മൾ ഇന്നലെ പത്രത്തിലൊരു പരസ്യം കണ്ട് നമ്മൾ അമേരിക്കൻ അച്ചായന്റെ ബംഗ്ലാവ് ഹോസ്റ്റലാക്കിയിട്ടുണ്ട്. അതെവിടെയാ? ഇവിടെ അടുത്താ. എങ്കിൽ അലിയാർക്ക് ചെന്ന് അതിന്റെ വിവരമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാ. ഓ, നമ്മൾ ആദ്യമേ പറഞ്ഞേക്കാം, ഇത് ഇവിടെ ഒന്നും താമസിക്കാൻ വേണ്ട സാധാരണ പാർട്ടീസ് അല്ല. വലിയ വലിയ ഹോട്ടലിൽ താമസിക്കാൻ സൗകര്യമുള്ള വീട്ടിലെ കുട്ടികളാ. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി, ഞങ്ങള് ചെയ്തോളാം. അല്ലടാ? പിന്നെ അത് ഞമ്മക്ക് അറിയൂടെ, നിങ്ങളും വലിയ തറവാട്ട് പറഞ്ഞ കുട്ടികളാണെന്ന്. അവര് എത്ര പേരുണ്ടാവും? അത് 4 അല്ലെങ്കിൽ 5. പിന്നെ കാറും ബംഗ്ലാവും നിറയെ ആനയൊക്കെ ഉള്ള കോടീശ്വരന്മാരെ മക്കളാ. കുട്ടികളാണെങ്കിൽ 50,000 രൂപ ശമ്പളം വാങ്ങുന്നവരാ. അവരുടെ എല്ലാ സൗകര്യങ്ങളും നോക്കിക്കോണം. അതെ. പിന്നെ ആഹാരം നല്ല 1-ാം തരം ആഹാരമായിരിക്കണം. അതിന്റെ പറ്റിക എന്താ വെച്ചാൽ അവര് വരുമ്പോ തന്നോളൂ. സമയാസമയത്ത് ഭക്ഷണം കൊടുക്കുക, തുണി വീനൊക്കെ മോറി ഇസ്തിരിട്ട് കൊടുക്കുക എന്ന് വേണ്ട. അവർക്ക് ഒന്നിനൊരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നു. കേട്ടോ? കേട്ടു. അവരിവിടെ വരുമ്പോൾ തന്നെ അഡ്വാൻസ് തരുമല്ലോ? ഇല്ല. അതെന്താ? അതെ, ആദ്യം തന്നെ കുട്ടികൾക്ക് ഹാപ്പി ആണോ എന്ന് അറിയാൻ കുറച്ച് ദിവസം വേണമല്ലോ. 3 മാസത്തേക്കുള്ള തുക ഒന്നിച്ചേ തരൂ. ഇനി പിന്നെ ആദ്യം തന്നെ ആക്രാന്തം പിടിച്ച് കായി എന്ന് തന്നെ നിങ്ങൾ ഇടങ്ങാറുണ്ടാക്കരുത്. അവര് സന്തോഷമായിട്ട് ഇവിടെ കഴിഞ്ഞാൽ കുറച്ച് തുക കൂടുതലും തരും. അവര് തന്തമാർ അങ്ങനെയുള്ള മനസ്സിലായോ? പിന്നെ ഇങ്ങക്കൊരു ഉറപ്പിന് 3 മാസത്തെ അവധിക്ക് ഒരു വെറും ചെക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്തേ? അലിയാരിക്ക ഉറപ്പ് തരുമ്പോ ഞങ്ങക്ക് വിശ്വാസ. പിന്നെ ഒരു കാര്യം, കുട്ടികൾ നല്ല സുന്ദരി കുട്ടികളാ. അവരോട് ഇടപെടുമ്പോ കുറച്ച് സൂക്ഷിക്കണം. അതെന്തിനാ? അതെന്താന്ന് വെച്ചാ അവരെ ലൈനടിക്കാനോ അവര് കളി പറയാനോ കൊഞ്ചാനോ നിങ്ങൾ തുനിയണ്ട. അവരുടെ തന്തമാരൊന്നും അതൊന്നും പൊറുക്കൂല. അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടാവാതിരിക്കാനാണ് 3 മാസത്തെ തുക ഒന്നിച്ച് അവസാനം തരാന്ന് പറഞ്ഞിരിക്കല്. മനസ്സിലായോ? മനസ്സിലായി. അതവിടെ ഇരിക്കട്ടെ. അടി കിട്ടിയ ശേഷം അലിയാർക്കൊരു ക്ലൂ തന്നില്ല എന്ന് പറയരുത്. ആട്ടെ, നിങ്ങൾ ആഹാര കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് ഇവിടെ? അതിനിവിടെ ചീഫ് കുക്കും 2 അസിസ്റ്റന്റും ഉണ്ട്. ഇത് ഞങ്ങളുടെ ചീഫ്. ഇതെന്താ ആസ്പത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന മാതിരി ഉണ്ടല്ലോ. ഇവരുടെ യൂണിഫോം അത്. ഇത് പത്രോസ് മുന്നാടൻ, 1-ാം തരം പാചകം. അതെ, എന്നാ പിന്നെ പത്രോസ് ഒന്നാടൻ വരും. അത് സാറാമ ഗോൺസാൽവസ്. പെൺകുട്ടികളൊക്കെ താമസത്തിന് വരുന്നല്ലേ, ഒരു സെക്യൂരിറ്റിക്കാണ് സാറാമ. വളരെ ജോറായി. എനിക്ക് പെരുത്തി ഇഷ്ടായി. ഉമ്മാരൊക്കെ എനിക്ക് വേഗം പിടിക്കും ചെയ്യൂ. ഞാൻ മാർക്കോസ്, കിച്ചന്റെ അകത്തെ മാനേജറാണ്. അല്ല, ഇതെന്താ ബാങ്കോ? എടാ മാർക്കോസ്, നീ കിച്ചന്റെ ഇന്റീരിയൽ ചെന്ന് ചട്ടിയും കലങ്ങൾ വേഗം ചെല്ലു. കംസോൺ. മിസ്റ്റർ പത്രോസ്, ആ പുതിയ ഡിഷ് പ്രിപ്പയർ ചെയ്തില്ലേ? ഇത് ഞാൻ ടെറസിന്റെ മുകളിൽ കെട്ടിയിട്ടുണ്ട്. ആ ഡിഷല്ല, കഴിക്കുന്ന ഡിഷ്. എന്റെ കർത്താവേ, അതിപ്പോ കരിഞ്ഞു കാണും. നല്ല 1-ാം തരായിട്ട് നിങ്ങളെ സത്രം. സത്രം അല്ല അല്ലായിരിക്ക, ഗസ്റ്റ് ഹൗസ്. നിങ്ങളെ ചെക്കവിടെ പിടിച്ച് വെച്ചോളൂ. ഇങ്ങനത്തെ വലിയ വലിയ ഹോട്ടലിലും ഗസ്റ്റ് ഹൗസിലും ഒക്കെ ആളെത്തിച്ചു കൊടുക്കുന്നത് നമ്മളാ. ഇതിന് ഓടാനും മണ്ടാനും ആളെ കണ്ടുപിടിക്കാനൊക്കെ കുറെ ചെലവുണ്ട്. അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണക്കാക്കി എനിക്ക് തന്നച്ചാ മതി. ഇരിക്കട്ടെ, ഇത് പോരാ. താങ്ക് യു. പിന്നെ പെൺകുട്ടികൾ നാളെ ഇവിടെ എത്തും. ഇത് നമ്മുടെ രക്ഷയിലല്ലേ? എന്താണിത്? ഇതെന്താ ഇവരൊരു ഹലോ നിന്നെ കൊള്ളാലോ, അടിപൊളി സെറ്റപ്പ്. സോ ഹൗ ആർ യു? എന്ന് തുടങ്ങി ഈ കച്ചവടം? അതെ, ഒരു വലിയ സ്റ്റാർ ഹോട്ടൽ ചെയിൻ തുടങ്ങാനുള്ള പ്ലാൻ. ഇത് വെറും ഒരു പ്രാക്ടീസിന് വേണ്ടി. ഓ ഐ സീ. അല്ലാണ്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതല്ല കഴുതകൾ. ബെഡ്റൂംസ് എവിടെയാണ്? മോളില്ല. മിസ്റ്റർ, വണ്ടിയിലിരിക്കുന്ന ലഗേജ് എല്ലാം ഇങ്ങ് എടുത്തോളൂ. വേഗം വേണം. എന്താ ഇവിടെ കർട്ടൻസ് ഒന്നും ഇടാത്തത്? അത് കർട്ടൻ ഇപ്പൊ തന്നെ ഇടാം. ബെഡിന്റെ പൊസിഷൻ ഒന്ന് മാറ്റണം. അറേഞ്ച് ചെയ്യാം. പിന്നെന്തിനാ വായി നോക്കി നിക്കുന്നേ?
കൺട്രി ഫെലോസ്. വെൽ, ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? മെനു കൊണ്ടുവരൂ. മാഡത്തിന് ആവശ്യമുള്ളത് പറഞ്ഞാൽ അതനുസരിച്ച് മെനു പ്രിപ്പയർ ചെയ്യാം. ഞങ്ങളുടെ ചീഫ് കുക്കിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. അതെന്താ ഇവിടെ ഫിക്സഡ് മെനു ഒന്നും ഇല്ലേ? അല്ല, ഇവിടെ ചൈനീസും കോണ്ടിനെന്റലും ഒന്നും ഇല്ലേ? എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ആളാ ഞങ്ങളുടെ കുക്ക്. പത്രോസേട്ടാ, നമ്മുടെ ഗസ്റ്റുകൾ പറയുന്ന മെനു ഒക്കെ ഒന്ന് കുറിച്ചെടുക്കും. ശരി. പെട്ടെന്ന് വേണം. ഓ മാർക്കോസേ, ഞാൻ ആ തരുണിമണികളുടെ ലിസ്റ്റ് ഒക്കെ ഒന്ന് എടുക്കാം. ഞാനും വരാം. നീ വരണ്ട, അവിടെ നിന്നാ മതി. അപ്പൊ ഞാൻ രണ്ടാമത് എടുത്താൽ മതിയല്ലേ? ഓ ബാബൂട്രാ ഈ ചേറും. എന്നാൽ ഇത് വലിയ ചതിയായി പോയി, നാണം കെട്ടുപോയി. കരണക്കുറ്റി നോക്കി ഓരോ പൂശ പൂശിയാലോ? ഒന്ന് പതുക്കെ പറടാ. എടാ ഇപ്പൊ അങ്ങനൊക്കെ തോന്നും. 4 നേരം വല്ലതും തിന്നാനും കിടന്നുറങ്ങാനും ഒരു സൗകര്യം ഉണ്ടായല്ലോ, അത് മാത്രം ചിന്തിച്ചാൽ മതി തൽക്കാലം. അതിനിപ്പോ എന്ത് പറ്റി? ഒരു ജോലി ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യാൻ പഠിക്കണം. മനസ്സിലായടാ? എന്റെ മക്കളെ, കടലാസ് എഴുതി തീർന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ ഒരുപാട് ഐറ്റംസാ. എന്റെ വേഗലമാതാവെ തിന്നാനായിട്ട് കുറെ എണ്ണത്തിന് സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജോലിയിലില്ല. കണ്ണ് കണ്ടു. ഓക്കെ, എങ്ങനെയുണ്ട്? ആഹാ, അടിപൊളി. കർത്താവേ സ്തോത്രം. കറി ഉണ്ടാക്കി ഞാൻ കർത്താവിന് പേരും പൊടിയാണത്. നിർത്ത്. എനിക്കിത് വേണ്ട. ഈ പ്ലേറ്റ് മാറ്റി വേറെ ഒന്നും കൊണ്ടുവാ. ശരി മാഡം. ഓരോ ഐറ്റവും സെർവ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കണം. ഓക്കെ മാഡം, ഇനി എങ്ങനെ ചെയ്തോളാം. ഇതെന്ത് കറിയാണോ? അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഡിഷ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? തുടക്കായ കൊണ്ട് ഇച്ചിരി പരിചയക്കുറവുണ്ട്. ഓ, ഒരു പരിചയക്കുറവ്. തിളപ്പിച്ച മിനറൽ വാട്ടർ എവിടെ? ഒരു മിനിറ്റ് മാഡം, ഇപ്പൊ തിളപ്പിച്ചോണ്ടുവരാം. ആഹാരം പൊതുവെ മോശം. കുറച്ചുകൂടി ടേസ്റ്റി ആക്കാൻ നോക്കണം. We will try our level best, man. നിങ്ങൾക്ക് എവിടെങ്കിലും പോയി ട്രെയിനിങ് നടത്തിയിട്ട് തുടങ്ങിയ പോരായിരുന്നോ? പെട്ടെന്നായതുകൊണ്ട് ക്യാഷ് പേ ചെയ്ത് ഗസ്റ്റ് വരുമ്പോ തുടങ്ങിയതല്ലോ ശരിയാക്കാം എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. We are not going to pay for this trash. മാറിടോ, idiots. എന്ത് പറ്റിയടാ? എന്താടാ? ഗോപികെ, വെള്ളം. ഇതെന്താണ് മിസ്റ്റർ? നിങ്ങൾക്ക് മാനേഴ്സ് അറിഞ്ഞൂടെ? റൂമിലേക്ക് വരുന്നതിന് മുമ്പ് ഡോർ നോക്ക് ചെയ്യണം. അല്ല മാഡം, വെള്ളം വേണമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. സോറി, ഇനി എങ്ങനെ ചെയ്യാം? ഫ്ലോർ ടാപ്പ് ബ്ലോക്ക് ആണ്. റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്യാം. എക്സോസ്റ്റ് ഫാൻ ഇല്ലേ? എക്സോസ്റ്റ് ഫാൻ വേണം. വേണം. വാങ്ങി വെക്കാം. ഒന്ന് മാറിക്കൂടോ. ഇത് മുഴുവൻ പൊടിയാ. എത്ര നാളെ വിരിച്ചിട്ട് പുതിയ ഷീറ്റ് എടുക്കണോ? ഗൗരി പ്ലീസ്, ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ബിഗിനേഴ്സ് ആണ്. എല്ലാം നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്തു തരാം. ചെറിയ പാകപ്പിഴകളൊക്കെ വലിയ ഇഷ്യൂ ആക്കരുത്.
അല്ല അത്രയ്ക്ക് അപരിചിതമല്ല നമ്മൾ. സി മിസ്റ്റർ, നമ്മൾ കോളേജ് ഒന്നിച്ച് പഠിച്ചെന്ന് കരുതി ആ റിലേഷൻഷിപ്പ് ഇവിടെ വലിച്ചെടുക്കരുത്. വി ആർ പേയിങ് ക്യാഷ്, സോ നാച്ചുറലി വി വിൽ ഡിമാൻഡ്. നിങ്ങളോട് സൗജന്യമൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. യു ക്യാൻ ചാർജസ് ഫോർ ദ സർവീസ്. ഞങ്ങൾ കസ്റ്റമേഴ്സും നിങ്ങൾ സെർവൻസുമാണ്. മറ്റ് പേഴ്സണൽ ബന്ധങ്ങളൊന്നും നമ്മൾ തമ്മിലില്ല. ഞങ്ങൾ എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ജോലി ചെയ്യുന്നവരാണ്. കൂടാതെ സ്റ്റേറ്റ്സിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സില്ലി എക്സ്ക്യൂസുകൾ കൊണ്ട് ഞങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കരുത്. ആ ബെഡ്ഷീറ്റ് ഒക്കെ റീപ്ലേസ് ചെയ്യണം, വേഗം വേണം. Yes, coming. ഗുഡ് മോർണിംഗ് മാഡം. ചായ? ഇപ്പൊ സമയം എന്തായി? അല്ല സമയം കൊണ്ടുപോടോ. അല്ല മാഡം ചായ. മേലെ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? ഈ വീട്ടിൽ ആരും ഇല്ലേ? ഉണ്ടല്ലോ മാഡം. ടവൽ എവിടെ ഇടോ? എന്താ പ്രശ്നം? ഇവിടുത്തെ ടവൽ എവിടെ? ഇതല്ലേ ടവൽ? എന്താടോ? കളിക്കാൻ വരുന്നു. ഇതുവരെ റെഡിയായില്ലേ? ഇപ്പൊ റെഡിയാവും മാഡം. ഇന്ന് താടോ, മര്യാദയ്ക്ക് ഒരു പണിയെടുക്കില്ല. അവളുമാരാകെ മാറിപ്പോയടാ. എത്ര പെട്ടെന്ന് പഴയതെല്ലാം മറന്നത്. മറന്നതല്ല, അവളുമാര് ഭാവിക്കുന്നതാ. അന്നൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് അവളുമാർ എത്ര അടുത്താ. അതെ, അവളുമാര് മനസ്സ് വെച്ച എത്ര സോഷ്യലായിട്ട് നമ്മളോട് മൂവ് ചെയ്യായിരുന്നു. വലിയ ജോലിയൊക്കെ കിട്ടി നല്ല നിലയിലായപ്പോ അവളുമാര് നമ്മളെ മറന്നതാ. എനിക്ക് മടുത്തു. ഞാൻ അവരോടൊന്ന് സംസാരിക്കാൻ പോവാ. എന്ത് സംസാരിക്കാൻ? എടാ, കാശില്ലെന്നായി എല്ലാവരുടെ അവസ്ഥ ഇതാ. അത് മനസ്സിലാക്കുക. അതിന് സംസാരിച്ചിട്ട് പോണേ പോട്ടറാ. ഞാനിതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ, ഏറെയാലും ഇത്രേ. കുറച്ചാളോട് ക്ഷമിക്കുക. എന്നെ തടയാൻ ശ്രമിക്കണ്ട. എനിക്കിത് രണ്ടിലൊന്നും അറിയാം. നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് സഹി ഇടുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവരെങ്ങാൻ ഇവിടുന്ന് പോയാ ഇവിടെ എന്താ അവിടെ നമ്മുടെയൊക്കെ സ്ഥിതി? കാശ് പോട്ടെന്ന് വെക്കാം. വർക്കാച്ചനോട് എന്ത് പറയും? എടാ ഗോവിന്ദേ, അവളുമാരുടെ ഈഗോയ്സ് ഓർത്ത് നമ്മൾ അപ്സെറ്റ് ആവണ്ട. നമുക്ക് ശ്രദ്ധിക്കാൻ ഒന്നേ ഉള്ളൂ. അത് നമ്മൾ വർക്കാസിന് കൊടുത്ത വാക്കാ. അത് മറന്നിട്ട് ഒരു കളിയും വേണ്ട. ഇതിൽ ഉപ്പുമില്ല എരിവുമില്ല. ഇത് പിള്ളേർക്ക് കൊടുക്കാം, അവർക്ക് ഇഷ്ടായിരിക്കും. ഇത് തീർത്താ നല്ല ടേസ്റ്റ്. ഇതെന്തിന്റെ ചിപ്സാ? എരിവും പുളി അതുമില്ല. പാലം കൂടെ കുഴപ്പമില്ല. ഈ അമ്മക്കറിയോ? ഞാൻ പറയണ്ടേ? ഇത് പാലും പഞ്ചസാരയും മിക്സ് ചെയ്ത് കഴിക്കണ്ട. ഇപ്പൊ അങ്ങനെ പോട്ടെ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അങ്ങനെ കുടിക്കാം. നിങ്ങളിതെന്താ രാവിലെ തന്നെ കോഴിനെ ഓടിച്ചിട്ട് പിടിക്കാൻ പോയിനോ? എല്ലാരും വേർത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ വ്യായാമം ചെയ്യായിരുന്നു അല്ലേരിക്ക. നമ്മളിപ്പോ വന്നതെന്താണെന്നറിയോ? നാളെ കൊണ്ട് നമ്മളെ കരാറ് തീരെയാണ്. എങ്ങനെയുണ്ട് നമ്മളെ പെൺകുട്ടികള്? ഇങ്ങനെ കലോകമൊന്നും തോന്നിയില്ലല്ലോ. അല്ലേരിക്ക, സത്യം പറയണമല്ലോ, ഇത്രയും കൃത്യനിഷ്ഠയും കാര്യവിവരമുള്ള പെൺകുട്ടികളെ കണ്ടു കിട്ടാനേ വിഷമം. വളരെ കറക്റ്റ്. അതെ, അവരൊക്കെ വലിയ വലിയ തറവാട്ടിന്ന് വന്നവരാ. ഇത് വേണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് മോശമാകാൻ കഴിയില്ല. അതാണ് അവരുടെ സംസ്കാരം. ഇന്നലെ ചെറുപാലക്കാർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഒരു പൂതി ഉണ്ടെന്ന് കണ്ടുകൊണ്ടല്ലേ നമ്മൾ അവരെങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പൊ നാളെ കഴിഞ്ഞ അവർ വീട്ടിലേക്ക് പോവോ? പിന്നെ പോകാതെ ഓല് വലിയ വലിയ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വന്നതല്ലേ. പിന്നെ നാളെ തന്നെ ചെക്ക് ബാങ്കിലിട്ട് നിങ്ങൾ പൈസ വാങ്ങിച്ചാൽ മതി. ഒക്കെ സന്തോഷമായി നടക്കട്ടെ. അലിയാരിക്ക, ഇതുപോലുള്ള ബെസ്റ്റ് ഗസ്റ്റുകളെ ഇനിയും ഞങ്ങൾക്ക് റെഡിയാക്കി തരണം. അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ? നമ്മൾ തൊഴിലതല്ലേ. എന്നാ പിന്നെ അലിയാരിക്ക പൊയ്ക്കോളി എന്ന് പറഞ്ഞ് നമ്മളെ യാത്രയാക്കി നിങ്ങള്. അലിയാരിക്ക, തൽക്കാലം ഇത് പിടിക്കുക. പക്ഷെ ഇതൊരു ശീലമാക്കരുത്. ഇതൊരു ശീലമായി പോയി മോനെ. കാറാവ് ചേച്ചി, എല്ലാം റെഡിയായോ? എല്ലാം റെഡി. മാർക്കോസ് അവിടെ പോയി 10 ദിവസേ. ഇന്നത്തെ സ്പെഷ്യൽ വാങ്ങാൻ പോയതാ. അതെന്താ സ്പെഷ്യൽ ഐറ്റം? രാവിലെ തന്ന ലിസ്റ്റിൽ ഒരു കാർട്ടൺ ബിയർ എഴുതിയിരുന്നു. ഓ, നാളെ ഒരു ദിവസം കൂടെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് അടിച്ചു പൊളിക്കാനായിരിക്കും പരിപാടി. അടിച്ചു പൊളിച്ച് വാളാക്കരുത്. മംഗളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ
മണ്ണിലിടമില്ല മണ്ണിലിടമില്ല. എടോ പിള്ളേ, ശോകഗാനം പാടിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഓക്കെ, ഈശ്വരൻ ചെയ്ത ചതിയ. അല്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യർക്ക് വയസ്സായേണ്ട വല്ല കാര്യമുണ്ടോ? വയസ്സായ തന്നമാരെ വേണ്ടാത്ത മക്കളെ സൃഷ്ടിച്ചതാണല്ലോ അതിലും വലിയ ചതി. അങ്ങനെ നേരിൽ കണ്ടാൽ ഒന്ന് ചോദിക്കാമായി. ആരും ആരെയും പിരിഞ്ഞു പോകാത്ത ഒരു ലോകം സൃഷ്ടിക്കാൻ പറ്റില്ലേന്ന്. കാശ് എത്ര വേണമെങ്കിലും കൊടുക്കാം. ആരുടെ ദൈവത്തിന് കാശ? ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ, ഒരിക്കൽ മാത്രം. മര്യാദയും കാണുന്നില്ല. അയാൾ വല്ല കുതിരയുടെയും കുമ്പോറിയെ പോയി കാണും. അലിയാര് വന്നാലും ഇല്ലേലും ആ കുട്ടികളെ നമ്മൾ പോയി കാണണം. ഇരിക്കട കുട്ടാ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സർവീസ് ഞങ്ങളുടെ വക. ഹലോ കിച്ചൺ ക്യാപ്റ്റൻ, കം ഓൺ. നിങ്ങളുടെയൊക്കെ സർവീസ് വളരെ നന്നായിരുന്നു. ഇനി ഒരു ദിവസം കൂടി ഉള്ളല്ലോ എന്നൊരു സങ്കടമേ ഉള്ളൂ. അതിനെന്താ, വേണമെങ്കിൽ നീ വരാലോ. എളുപ്പ വഴി വേറൊന്നുണ്ട്, പോകണ്ടെന്ന് തീരുമാനിച്ചാ പോരെ. അതിരിക്കട്ടെ, ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല ഫെസിലിറ്റീസും എക്സലന്റ് സർവീസും എനർജറ്റിക് മാനേജേഴ്സ് ഉള്ള ഒരു അടിപൊളി സ്ഥാപനം എന്ന് പറയും. അത് മതി. ചീഫ് കുക്കിന്റെ പാചകത്തെ പറ്റി പറയാൻ മറക്കരുത്. അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും പറയും. ഇന്ന് എന്തു പറ്റി? ലോക്ക് തുറന്നില്ലല്ലോ. എന്താണിത്? വെള്ളം അടിച്ച വയറ്റിൽ അതല്ലാണ് അവിടെ കിടക്കുന്നത്. എനിക്ക് എഴുന്നേറ്റ് വാ, ആരോ വെല്ലടിക്കുന്നു. ആര് വെല്ലടിക്കുന്നു? എഴുന്നേറ്റ് വാടാ. അവനെങ്ങനെ പറഞ്ഞവന്റെ മേത്ത് ഞാൻ ചതഞ്ഞു പോവും. എണീറ്റിരിക്കേ. ബാ, ഇവിടെ ആളില്ലേ? ഇന്ന് വണ്ടി വേണ്ട. എടാ, അവളന്മാരൊക്കെ അടിച്ച് ഫിറ്റായി ഉറങ്ങിപ്പോയെന്ന് തോന്നേ. വിളിച്ചെണീപ്പിക്കേ. കാശ് വാങ്ങിക്കണ്ടേ? ശരിയാ, കാശ് വാങ്ങണ്ടേ? ഗോപു, ഗോപിക, മക്കളെ, അവളന്മാരെ കാണുന്നില്ലല്ലോ. ബാത്റൂമിൽ അങ്ങനെ ഉണ്ടോ? 5 പേരും കൂടെയാ. തപ്പ് ചെല്ല്. നീ അങ്ങോട്ട് പോയി നോക്കി. എടാ, അവളുമാരെ കാണുന്നില്ല. എടാ, അവിടെ വെക്കുന്ന സാധനം ഒന്നും കാണുന്നില്ല. മുങ്ങിയ അവളുമാര്. നീ ഒന്നേ. ഇതെന്ത് പറ്റി? ഇന്നവർക്ക് പോകണ്ടേ? അവരെല്ലാം കാലിയാക്കി പോയി. പോയോ? അപ്പൊ കണക്ക് തീർക്കണ്ടേ? കണക്കൊക്കെ തീർത്ത് കാശ് ഞങ്ങൾ തന്നേക്കാം. ഡേറ്റ് ചെക്ക് അവർ വന്നിട്ടുണ്ട്. എന്നാ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്യട്ടെ. നീ ആ ചെക്ക് എടുത്തുണ്ടോ? ബാങ്കിൽ പോയി നോക്കാം. കാശ് കിട്ടിയില്ല. നീ എന്താ കടം കഥ പറയാ? അങ്ങോട്ട് ഇന്ന് 10 മണിക്ക് തരാന്ന് പറഞ്ഞല്ലോ എന്റെ ഒന്ന് കടം വാങ്ങിയത്.
എടാ കൊച്ചനെ ഒരുമാതിരി മറ്റേ പണി കാണിക്കാ ഞാൻ ആളത്തിന് പെശക. 1-2 രൂപയാണോ തെണ്ടികളെ കടാകൂടാ പറയാതെ കാശിടാ. കടം വാങ്ങിയടാ നിന്റെ ഒക്കെ മറ്റുള്ളവരെ തീറ്റാൻ മീൻ തന്നത്. വിളക്കിൽ ഞങ്ങളും എടുക്കരുത്. വാ തുറക്കണം മറ്റവന്മാരെ. ഇത് കാശിപ്പത്തിന് ഇടണം അല്ലെങ്കിൽ ഇത് കണ്ട മാറ്റി നടക്കണ കത്തിയാണ്. മര്യാദ കാശ് എടുക്കുക. ആർക്ക് തുണ്ടായി കളി ഞാൻ. അതേ ചുമ്മാ കുന്തം പിഴിഞ്ഞ പോലെ നിൽക്കാതെ കാശ് തരാനുള്ള വഴി നോക്കു പിള്ളേരെ. എന്തിയൂടാ ഇയാൾക്കിട്ട് 2 കൊടുത്താലോ? നമുക്ക് അകത്തേക്ക് സാധനം ആരും ബഹളം വയ്ക്കരുത്. എന്താ സംഭവിച്ചെന്ന് അറിയട്ടെ. അവര് തന്ന ചെക്കില് ബാങ്കിൽ പണമില്ലായിരുന്നു അല്ലേ? അതെ അച്ഛനെ, ഇങ്ങനൊരു ചതി പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഈ പിള്ളേർ അങ്ങനെ പറ്റിക്കുന്നവരല്ല. എവിടെയോ ഒരു അബദ്ധം പറ്റിയതാ. ആ പെമ്പിള്ളേരെ കൊണ്ടുവന്നാരാ? അലിയാരിക്ക. അയാൾ വീടറിയോ? എനിക്കറിയാം. അലിയാരെ, ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. എവിടെയാണോ എന്റെ കോഴിച്ചിരി കള്ളച്ചക്കം ഞങ്ങൾ പറ്റിക്കുന്നു ചേച്ചേ? ഇത് പൊന്നു മക്കളെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അലിയാർക്കൊന്നും തിരിയുന്നില്ല. ഇവിടെ പെമ്പിള്ളേർ ഒളിച്ചോടിപ്പോയി. ബാങ്കിൽ ചെന്നപ്പോ അക്കൗണ്ടിൽ കാശുമില്ല. പഠിച്ചവൻ അവരെവിടെ പോയി? കള്ളച്ചെക്ക് തന്ന് താൻ എല്ലാരെയും പറ്റിക്കായിരുന്നല്ലോ. എടോ, ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടാ. ഞങ്ങളെ ചതിച്ചോണ്ടല്ലോ. നിങ്ങൾ എന്താ ഇവരോട് ചെയ്തതെന്ന് പറയും. ഞാനൊന്നും അറിയില്ല. ആ പെമ്പിള്ളേർ അവിടുന്ന് പോയിന്ന്. അതിനാണ് പോയി ആ പെണ്ണുങ്ങളുടെ തന്തമാരെ കാശ് വാങ്ങിക്കോ. വാ പോണോ? ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പോലെ. തന്റെ ഒരു അന്വേഷണം വേണ്ട. കേരളം വണ്ടിയില്ല. ഇതുപോലെ നിങ്ങൾ എങ്ങോട്ടാ ഈ മനുഷ്യനെയും കൊണ്ട് പോകുന്നത്? ഇറാഖിലോട്ട് സൂപ്പാക്ക്. ഇവനോടെ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇരുന്ന് കുടിക്കാം. താറ്റക്ക് പോലെ ശ്വാസം കിട്ടില്ല. എന്താ കാര്യം? അലിയാനെ കൂട്ടാ കൊണ്ടുപോകുന്നേ? പെമ്പിള്ളേരുടെ വീട് ഇറക്കി പോവാ. എനിക്കും തുണി അലക്കേണ്ട കാശ് കിട്ടാനുണ്ട്. വണ്ടി വിട്ടോളൂ. ഭവാനി, ഭവാനി, അലിയായിരിക്കയോ? ഭവാനി, ഗോപിക്കും കുട്ടികളൊക്കെ എവിടെ? എന്താ കാര്യം? നീ ആ പിള്ളേരൊക്കെ ഒന്ന് വിളിച്ചവരൊക്കെ ഒന്ന് കാണട്ടെ. ഗോപികേ, ഗൗരി, ഒന്നിങ്ങോട്ട് വന്നേടി. ദാ വരുന്നു അമ്മേ. ഇവിടെ വാ. എന്ത് പോലെ കാണിച്ചേ? എന്തിനാണ് അവിടെ നിന്ന് ഓടിപ്പോന്നത്? ഇവരെന്താ ചെയ്തത് അലിയാരിക്ക? എന്താ സാറുമാര്? അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് താൻ ചതിക്കാൻ കൂട്ടുന്നല്ലോ. നമ്മളെല്ലാം തുറന്നു പറയാം. ഈ കുട്ടികൾ പാവങ്ങളാ, പഠിക്കാൻ മിടുക്കികളാ. കാശില്ലാതെ കിടന്ന് വിഷമിക്കുന്ന കണ്ടപ്പോ നമ്മൾ അവരെ മുതലാളിമാരെ വീട് നോക്കാനാക്കിയതാ. അവര് പഠിപ്പിച്ചോളാന്ന് ഏറ്റു. പഠിക്കുന്ന ഒഴിവില് തുണിക്കടയിലും സ്വർണ്ണക്കടയിലും ജോലി ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ടാ ഈ വീട്ടിൽ അരി വാങ്ങാൻ അയക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് കോടീശ്വരാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. പാവങ്ങളാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ വീട് കൊടുത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചാ നമ്മൾ കള്ളം പറഞ്ഞത്. ഈ പുരാണം ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെമാര് വരുത്തി വെച്ചിട്ട് നിങ്ങൾ വീട്ടുവോ? അങ്ങനെ ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങള് പാവങ്ങളാ, ക്ഷമിക്കണം. ഓ, ക്ഷമിച്ചാൽ തീർന്നല്ലേ കടം. ഈ കടക്കാരുടെ പണമൊക്കെ ആര് കൊടുക്കും? ഞങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്ത് കുറേശ്ശെ തിരിച്ചു തരാം. അയ്യടാ, കുറേശ്ശെ തിരിച്ചു തരാന്ന്. ജോലിക്കെന്നും പറഞ്ഞിറങ്ങിയിട്ടേ ഇനി എവിടുന്ന് മുങ്ങാനല്ലേ? ഇതേ ഞങ്ങളുടെ ജീവിത പ്രശ്ന കേട്ടോടി. എന്റെ സാറുമാരെ, ഇവിടുമാർ ഇത്ര കുരുത്തം കെട്ടവരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളുടെ സ്ഥിതി എന്താണെന്ന്. ഞാൻ ഇനി എന്തായാലും നിങ്ങൾ തന്നെ പറയും. ആലോചിക്കാനൊന്നുമില്ല. എടാ ഗോവിന്ദേ, നമുക്ക് നിറയെ താമസക്കാർ വരുമല്ലേ. ഏതായാലും ഇവര് അവിടെ ഒന്ന് അവിടുത്തെ ജോലിയൊക്കെ ചെയ്യട്ടെ. അത് ഞങ്ങളെ ചതിച്ചിട്ടേ കരഞ്ഞു രക്ഷപ്പെട്ട പോരല്ലോ. ഇപ്പൊ തന്നെ പോവാം. ഇറങ്ങടി. എന്റെ കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. മറ്റുള്ള കുട്ടികളുടെ എല്ലാ അച്ഛനും അമ്മയും പണിക്ക് പോയിരിക്കുക. അവര് വന്നിട്ട് ഭവാനി, ഈ ആമ്പിള്ളേര് തറവാട്ട് പറഞ്ഞോരാ, ഇവരോട് പുറപ്പെടാൻ പറയും. ഉടച്ച് കളയടി. എന്തായാലും നിർത്തിയത്? ബാക്കിയൊക്കെ എന്തെങ്കിലും തന്തമാര് വന്നു കഴിയുമോ? ഗോവിന്ദേ, പെൺകുട്ടിയോട് അങ്ങനെ മോശമായി പെരുമാറരുത്. ഗൗരി, ഇങ്ങനെ തുടച്ച തറക്കി നോവില്ലേ? തുടക്കടി. ഇവിടെ അങ്ങോട്ട് ഇറക്കി. അവിടെ ഇവിടെ തന്നെ ഇവിടെ.
അമ്മയുടെ എന്താടി നോക്കി പഠിപ്പിക്കണേ? ഒറ്റ ചവിട്ട് വെച്ചാണല്ലോ തേക്കിനെ അങ്ങോട്ട്. ഇതിങ്ങനെ ഉറച്ചാണ് വെറുതെ വെള്ളം. നിന്റെ ഇഷ്ടത്തിന് പണിയെടുക്കുന്നേ സ്വന്തം ബംഗ്ലാവില്. ആനയൊക്കെ കാവിലേക്കുന്നല്ലേ അവിടെ ഒരച്ച് കഴുകടി. അങ്ങനെ പറഞ്ഞു പോയിന്ന് വെച്ച് മിണ്ടാതെ നിന്ന് പണിയെടുക്കടി, ഇല്ലെങ്കിൽ താഴെ. ഞങ്ങൾ എത്ര പണി വേണം ചെയ്തോളാം. അല്പം വിശ്രമിച്ചിട്ട്. വേണ്ട, നിങ്ങൾ എപ്പം വിശ്രമിക്കുന്നത് ഞാൻ തീരുമാനിച്ചോളാം. കഴുകിടി. എങ്ങനെയുണ്ടടി? കുടിക്കാൻ തിളപ്പിച്ച മിനറൽ വാട്ടർ കൊണ്ടിട്ടെ. അതെ, നിന്റെ ഡ്രസ്സും ഈ ഭിത്തിയുടെ കളറും ഒട്ടും മാച്ച് ആവുന്നില്ല. നമുക്കൊരു ഐഡിയ ചെയ്താലോ? എന്താ? ഈ ഭിത്തി കൊണ്ട് പൊളിച്ചു മാറ്റിയാലോ? അത് നല്ല ഐഡിയ. എന്ത് വിരോധമൊന്നുമില്ലോ? ഓ, ഇതാണ് മദമ്മമാർക്കുള്ള ബെഡ്റൂം. പിന്നെ ലെവലൊക്കെ പിടിച്ച് ഇവിടെ കിടത്തിക്കണം. എന്തെങ്കിലും അസുഖം പറയാൻ മറക്കല്ലേ. എടാ സുനിദ്ര ബെഡും കാശ്മീരി ബ്ലാങ്കറ്റും ഈ മദാമ്മമാർക്ക് കൊടുക്കടാ. അവളുമാര് കിടന്നുറങ്ങട്ടെ. ഇതാ ബെഡ് കൊച്ചമാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വരുത്തിയതാ. ഓ, വെളുപ്പിനെ ജ്വാലികൾ തുടങ്ങാനുള്ളതാ. അതുകൊണ്ട് ബി ക്വിക്ക്. പിന്നെ ഒരു കാര്യമുണ്ട് പറഞ്ഞേക്കാം. ഇവിടുന്ന് കടന്നു കളയാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് മറന്നേക്ക്. നീയൊക്കെ തിന്നു പിടിച്ചതിന്റെ കാശ് കൊടുത്തത് ആ വർക്ക്യാശാന. ആ, അയാളുടെ ഗുണ്ടുകൾ എന്റെ പൊന്നു മക്കൾക്ക് 24 ഹവേഴ്സും കാവലുണ്ട്. അതുകൊണ്ട് അതിനൊന്നും മുതിർന്ന് കൊല്ലാപ്പൊന്നും ആക്കണ്ട. സോ കിടന്നുറങ്ങിക്കോളൂ. സ്വീറ്റ് ഡ്രീം ഏഞ്ചൽ. എടി യക്ഷികളെ എഴുന്നേക്കടി. പോലെ കിടന്ന് ഉറങ്ങുവാടി. ഇറങ്ങി വാടി. എന്താ എന്താന്നാ ബംഗ്ലാവിലാന്ന് വിചാരിച്ചാണ്. എഴുന്നേൽക്കടി. അരമണിക്കൂറിനുള്ളിൽ റെഡി ആയിക്കോളണം, ഇല്ലെങ്കിൽ തിളച്ച വെള്ളം തലയിൽ ഒഴിക്കും. ആ, പറഞ്ഞില്ലെന്നോണ്ടാ. വാടാ. എന്താണ് ഇത്? കുഞ്ഞുങ്ങൾക്ക് കാപ്പി. കാപ്പി അവർക്ക് കൊണ്ടുപോടും. ഇങ്ങോട്ട് താവരണം. കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. അവർ നിങ്ങളെ പറ്റിച്ചു, ശരിയാണ്. അവർക്കൊരു അബദ്ധം പറ്റിയതാണ്. അവരെ ഈ ഇളം പ്രായത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. പത്രോസേ, ഇക്കാര്യത്തിൽ തന്റെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല, കേട്ടല്ലോ. അവരുടെ കാര്യം താനിവിടെ മിണ്ടിപ്പോരുത്. തന്റെ വർത്താനം കേട്ടാ ഞങ്ങൾ ഈ നിലയിലായത്. അവരുടെ സൈഡ് പിടിച്ച് താനിനി ഇവിടെ സംസാരിച്ചാലുണ്ടല്ലോ ആ നിമിഷം താനിവിടുന്ന ഔട്ടാ. അത് മനസ്സിലായിക്കൂ. ഇല്ല, ഞാനൊന്നിനും പോരാ, ഞങ്ങളുടെ അനുവാദമില്ലാതെ താൻ ഈ ചെയ്തതിന്റെ ശിക്ഷ താൻ ആദ്യം അനുഭവിക്കണം. താൻ ഏത്തം ഇടറൂ. ഇടറോ ഏത്തം. 1 2 3 4 5 വീട്ടിലും ചെല്ലാൻ നിവർത്തിയില്ല. ഇവിടുന്ന് പുറത്തിറങ്ങാനും വയ്യ. അങ്കിൾമാരും പിണങ്ങി. ഇനി എത്ര നാൾ നമ്മളിങ്ങനെ ജീവിക്കും? രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്താ എന്താടി ഇവിടെ കുശുചിപ്പ്? മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. ചവിട്ടിയാൻ നടുകൊടുക്കും ഞാൻ. ആഹാ, ഇവിടെ വന്ന് നിൽക്കണം. എന്നാലും ഇത് കുറെ കടുപ്പമാണോ ചായ? ഇതിന് കടുപ്പമൊന്നുമില്ലടാ, പെപ്സിയാ. തമാശല്ല ചായ. ആ പെൺകുട്ടികളുടെ ദുഃഖം കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. ഇരുന്ന് മടുക്കുമ്പോ എഴുന്നേറ്റ് നിന്നാ മതി. ഒരുമാതിരി മനുഷ്യപ്പറ്റില്ലാത്ത വർത്താനം പറയരുത്. കാര്യം എന്തോ ആയിക്കോട്ടെ, അവരൊരു തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയും കിട്ടി. ഞാൻ എത്ര തവണ പറഞ്ഞതാ, അവര് കേക്കണ്ടേ? ഇനി പറയാൻ ചെന്ന് നമ്മുടെ പണി പോവും. ആ ഗോപിയെ കുഞ്ഞിനെ പല്ലുവരെ സഹിക്കാൻ വയ്യ. മരുന്നിന് എഴുതി തന്നിട്ടുണ്ട്. ആ ആൺകുട്ടികളോട് പറയുന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാ പിടി. ഇതിനുള്ള കാശ് എത്ര എന്ന് വെച്ചാൽ ഞാൻ തരാം. നീ വാ. ഗോപിയെ, ഗോപികെ,
ഗൗരി ഗൗരി നീനെ നീനെ നമ്മള് മാർക്കോസ് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ഗുളിക ഇതാണ്. റസിയ തക്ക സമയത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് മാറ്റി. അപ്പോ മരിക്കാൻ വരെ നിങ്ങൾ തയ്യാറായി അല്ലേ? മതി, നീ അക്ഷരം വേണ്ടരുത്. മരിക്കാതെ സമ്മതിക്കില്ല അല്ലേ? നിങ്ങൾക്ക് ഞങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലണം. ഇതാ കൊന്നു ഞങ്ങൾ തെറ്റുകാറില്ലേ? നിങ്ങളുടെയൊക്കെ അടിമകള് മൃഗങ്ങളോട് പോലും ആരെങ്കിലും എത്രയ്ക്ക് ക്രൂരത കാണിക്കും. നിങ്ങൾ ഈ ലോകത്തോട് മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട. വേണ്ട. യശീന്നോ താടകെന്നോ മനാമെന്നോ വിളിച്ചാൽ മതി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളികളല്ലേ ഞങ്ങൾ. കൊലക്കുറ്റം ചെയ്തവരെ പോലെയല്ലേ നിങ്ങൾ ഞങ്ങളെ പിടിച്ചോണ്ടോന്ന്. തല കറങ്ങി വീണ എന്റെ അമ്മയെ ഒന്ന് കാണാനെങ്കിലും നിങ്ങൾ സമ്മതിച്ചോ? സത്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷിച്ചല്ല. എങ്ങനെയോ എല്ലാം സംഭവിച്ചു പോയി. നിങ്ങൾക്കറിയോ, വീട്ടിൽ നിന്ന് പുറത്താക്കിയതോടെ ഞങ്ങൾ പാതി മരിച്ചു. ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം നേരെയായപ്പോഴാ വീണ്ടും എല്ലാം തകർന്നത്. അത് നിങ്ങൾ കാരണം. നാണക്കേട് സഹിച്ച് ഞങ്ങളുടെ സമനില തെറ്റി. നമ്മൾ ഇരു കൂട്ടരും തെറ്റുകൾ ചെയ്തു. അത് തിരുത്താൻ വേണ്ടി വീണ്ടും വീണ്ടും ചെയ്ത് വലിയ വലിയ തെറ്റുകൾ. ആ ചേരി വന്ന് നിങ്ങളുടെ സത്യസ്ഥിതി കണ്ടപ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് മനസ്സിൽ ബഹുമാനം തോന്നിയത്. അതും ഞങ്ങളുടെ തോൽവിയായിരുന്നു. തോറ്റു മടുത്തപ്പോ അറിയാതെ ഞങ്ങളിൽ പ്രതികാരചിന്ത വന്നുപോയി. മരിക്കാൻ വരെ തയ്യാറായിട്ടും വഴിവിട്ട രീതിയിൽ ഞങ്ങളെ സ്വാധീനിക്കാത്ത നിങ്ങളോട് മതിപ്പ് ഞങ്ങൾക്ക് കൂടിയിട്ടേ ഉള്ളൂ. ചെയ്തു പോയ ക്രൂരതകൾക്ക് ഞങ്ങളോട് ക്ഷമിക്കണം. അന്ന് ഞങ്ങളോട് വന്നപ്പോ അഡ്വാൻസ് ക്യാഷായി ചോദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങളെ പറ്റി നിങ്ങൾ നുണ പറഞ്ഞെന്ന് വിശ്വസിച്ച് ഒന്ന് വരട്ടണമെന്ന് കരുതിയുള്ളൂ. സത്യത്തില് നിങ്ങളൊന്നും എടുത്തിട്ടാൻ വേണ്ടിയാ ഞങ്ങളോട് വന്നു തന്നെ. ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ വേഷം കെട്ടിയപ്പോ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ ഓച്ചാനിച്ചു നിന്നു. അപ്പം മനസ്സ് വിലക്കിയിട്ടും ഞങ്ങൾ ആ നാടകം തുടർന്നു. ഇഷ്ടമുള്ളവരെ കുരങ്ങളിപ്പിക്കുന്ന ഒരു രസം, അത്രേ ഉള്ളൂ. നിങ്ങളെ പോലെ തന്നെ ഒന്നും വേണ്ടിയിട്ടായിരുന്നില്ല, എങ്ങനെയോ സംഭവിച്ചു പോയി. തെറ്റുകളെ തെറ്റുകൾ കൊണ്ട് നേരിട്ട എല്ലാവർക്കും ദുഃഖം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം അങ്ങ് മറക്കാം. അതെ, ഇനി നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് ഒരു സാറേ, ഓ എന്റെ സാറേ, രക്ഷപ്പെട്ടു. ആ പിള്ളേരുടെ പിണക്കമൊക്കെ അങ്ങ് തീർന്നു. അവരിപ്പോ നമ്മളെ പോലെയായി. അതെന്താ പെട്ടെന്ന് വണ്ണം വെച്ചങ്ങ് തീർത്തോ? ഓ അതല്ല, അവര് ലൈനായി, കരളുമായി. അവര് കെട്ടിപ്പിടിച്ച് സ്ലോ മോഷനിൽ ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടു. അയ്യോ, വല്ല വയറ്റുവേദന വന്നിട്ട് പോയതായിരിക്കും. എന്റെ കർത്താവേ, അതിന് നീ ഉണ്ടാക്കിയൊന്നും അവർ കഴിച്ചില്ല. എന്താ? എന്റെ വ്യാകുല മാതാവേ, എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്തൊരു സാധനം. അവരിത് ഇങ്ങനെ ക്ലോസ് ആയെന്ന് മനസ്സിലായ? എന്റെ കർത്താവേ, സമയവും കാലവും നോക്കാതെ സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ ഈ കുഞ്ഞാടിനോട് ക്ഷമിക്കണമേ. ആമേൻ. കർത്താവിന് സ്തോത്രം സ്തോത്രം. ഇതേ ഈ കർത്താവിന്റെ സൂത്രമല്ലേ സാറേ? കേക്കണ്ട കേട്ടോ. കർണാടക, ഞാൻ ആ കുട്ടികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പാവങ്ങളാ, എത്ര നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടികളാ അവര്. ഈ പറയുന്നതല്ലാതെ നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. ശരിയാ, നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്ത് വേണമെന്ന് വാസുവേട്ടൻ തീരുമാനിച്ചാ മതി അല്ലേ? എന്തായാലും എനിക്ക് സമ്മതം. ഒരു സംഘം സയന്റിസ്റ്റുകൾ ഇവിടെ താമസിക്കാൻ വരുന്നു. ഇവിടെയുള്ള അപൂർവ സസ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ. 6 മാസം അവർ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാവും. ഫുഡ് ആൻഡ് റെന്റിന്റെ പകുതി അഡ്വാൻസ് കിട്ടി. താനിത് കണ്ടോ? താൻ എന്തോടെ കുമ്പ മിഴികൾ നിൽക്കുന്നേ? കുഞ്ഞ് അവിടെ ഗസ്റ്റ് ഹൗസിൽ എന്താ പാമ്പ് കയറി? നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ ഒരു റൂം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. കിട്ടുമോ? ഇല്ല, നിങ്ങൾക്ക് ഇവിടെ റൂമില്ല. ഇവിടെ എന്നല്ല, ഞങ്ങളുടെ മനസ്സിൽ പോലും നിങ്ങൾക്ക് ഇടവില്ല. ഇറങ്ങി പോയിക്കോ. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ തെറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ എത്ര ക്രൂരമായി പെരുമാറുന്ന ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. ഒരു ദിവസമെങ്കിലും അന്വേഷിച്ചായിരുന്നോ? വിശന്ന് വഴിനീളെ എത്ര ദിവസം അലിഞ്ഞെന്നറിയാമോ? ഇപ്പൊ ഞങ്ങൾ സ്വന്തമായി ജീവിക്കാൻ ഒരു വഴി കണ്ടെത്തി. ആരുടെയും സമ്പാദ്യം ഞങ്ങൾക്ക് വേണ്ട. ഇറങ്ങി പോവാം.
പറഞ്ഞ ആ വാചകമുണ്ടല്ലോ, ഞങ്ങൾ സ്വന്തമായി ജീവിക്കാൻ ഒരു വഴി കണ്ടെത്തിയെന്ന്, അത് കേൾക്കാൻ, നിങ്ങളുടെ വായിന്നത് കേൾക്കാനാണടാ ഞങ്ങൾ ഈ കടും കൈ ചെയ്തത്. അന്ന് ഞങ്ങൾ മാപ്പത് നിങ്ങളെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ നിങ്ങൾ ഈ വഴി കണ്ടെത്തുമായിരുന്നോ? ഇല്ല, നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അച്ഛൻ അതിൽ പിന്നെ ശരിക്കും ഉറങ്ങിയിട്ടില്ല. രുചിയോടെ ഒരു നേരം ആഹാരം കഴിച്ചിട്ടില്ല. പരീക്ഷണത്തിന് ഇറങ്ങിയിട്ട് പിന്മാറിയാൽ അതൊരു വിശ്വാസവഞ്ചനയാകുമല്ലോ എന്നോർത്ത് മനസ്സ് നൊന്നിട്ടും സഹിക്കുകയായിരുന്നു. ബാപ്പ 3 തവണ നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ ഭാർഗവനെ പേടിച്ചാ തിരിച്ചിങ്ങ് പോകുന്നത്. അതെ, ഞാനാണ് ഈ വിധി കർശനമായി നടപ്പിലാക്കിയ ജഡ്ജി. വിദേശത്ത് കഴിയുന്ന ഇന്ദ്രനെയും കരഞ്ഞു കരഞ്ഞ് അവശരായ അമ്മമാരെയും പിടിച്ചു നിർത്തിയത് ഞാനാണ്. നിങ്ങളെ നന്നാക്കിയെടുക്കാമെന്ന് എന്റെ ശബ്ദത്തിൽ അവർ വിശ്വസിച്ചു. ആ വിശ്വാസം രക്ഷിക്കേണ്ടത് എന്റെ കടമയായിരുന്നു. മക്കളെ, ഈ പ്രായത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ പാഠവും നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായി. ഞങ്ങളും അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ മാർഗം അല്പം ക്രൂരമായെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ടെന്താ, നിങ്ങൾക്കൊരു സ്ഥാപനമായില്ലേ, കഴിഞ്ഞ കാശായില്ലേ? എന്നാലും ആ വർക്കിയാശാൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോ ഒന്ന് ജീവനോടെ കാണില്ലായിരുന്നു. ആര്? വർക്കിയാശാൻ. വർക്കിയാശാൻ? ചെങ്ങാതിമാരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതെല്ലാം ഇവർ പറഞ്ഞിട്ടാ. ഈ ഔട്ട് ഹൗസും ബംഗ്ലാവും എല്ലാം ഇവരുടേതാ. നിങ്ങൾക്ക് തന്ന പണം പോലും ഇവരുടേതാ. ഒരു ക്രിമിനലായിരുന്ന ഈ കാലം വർക്കി നിങ്ങൾ വർക്കിയാശാനാക്കി മാറ്റിയത് ഈ നല്ല മനുഷ്യരാ. ഇവരോട് എനിക്ക് കടപ്പാടുണ്ട്. അച്ഛാ, ക്ഷമിക്കണം. എന്താ മക്കളെ ഇത്? ഏതായാലും അപ്പന്മാരും മക്കളൊക്കെ ഒന്നായ സ്ഥിതിക്ക് അകത്തുള്ളവരുടെ കാര്യം ഇവിടെ ഒന്ന് പരിഗണിക്കണം. ഗോപിക വന്നേ. ഓ, ഒരു നാണം. ഇന്നെന്താ പ്രത്യേകിച്ചൊരു നാണം? നല്ലൊരു മുഹൂർത്തം നോക്കി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കല്യാണം നിശ്ചയിക്കാൻ. അല്ല, നമ്മളങ്ങോട്ട് ഗാനങ്ങൾ ഈണത്തിൽ പാടി